സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം അത് അല്ലാഹു തആല കണക്കാക്കിയത് രണ്ട് അറക്ക് ഇടയിലാണ് അല്ലേ? നമ്മൾ രണ്ട് അറ, ഒരു അറയിൽ നിന്ന് പുറപ്പെട്ടാൽ മറ്റൊരു അറയ്ക്ക്, അങ്ങനെയാണ് അല്ലാഹു തആല കണക്കാക്കിയത്. ആദ്യം അല്ലാഹു തആല നമ്മെ താമസിപ്പിച്ചിരിക്കുന്ന അറ ഏതാണ്? അത് ഉമ്മയുടെ ഗർഭാശയമാണ്. ഉമ്മയുടെ ഗർഭാശയം എന്ന അറ അത് ഒരു മിനി സ്വർഗം. എന്താണ് ആ മിനി സ്വർഗത്തിൽ താമസിക്കാൻ കാരണമായത്? നബിയുല്ലാഹി ആദം, ഉപ്പാപ്പാനെ അല്ലാഹു തആല പഠിച്ചിട്ട് യാ ആദം ഉസ്കുൻ അൻത വ സൗജുകൽ ജന്ന, ആദമോ നിങ്ങളും ഇണയും സ്വർഗത്തിൽ കുറച്ച് താമസിക്കണം എന്ന് പറഞ്ഞ് അവിടെ താമസിപ്പിച്ചു. അപ്പൊ ഒരു സ്വർഗത്തിന്റെ സുഖം, സന്തോഷം, അതിന്റെ ഒരു ഐശ്വര്യം, അതൊക്കെ വാപ്പ നല്ലോണം കണ്ടെക്കണ. വല്യപ്പ അവിടെ കുറച്ചു നേരം താമസിച്ചല്ലോ അല്ലേ? ആ വല്യപ്പാന്റെ മക്കളായ ഞമ്മളെ അല്ലാഹു തആല ഭൂമിക്ക് കൊണ്ടുവന്നതിന്റെ മുമ്പ് വല്യപ്പാക്ക് കിട്ടിയതുപോലെ ഒരു ചെറിയ സൗകര്യം, അതാണ് ഗർഭാശയം. അതൊരു മിനി സ്വർഗമാണ്. ഉമ്മയുടെ ഗർഭാശയം ഒരു മിനി സ്വർഗമാണ്. എന്താ സ്വർഗത്തിന്റെ പ്രത്യേകത? ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, സ്വർഗത്തിലെ ഒരു സാധനത്തിന് നമുക്ക് വില കണക്കാക്കാൻ കഴിയുമോ? സ്വർഗത്തിലെ ഒരു സാധനത്തിന് ഒരു വില കണക്കാക്കാൻ കഴിയൂല എന്ന പോലെ സ്വർഗത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ സാധനം ഒന്ന് ഓർത്തു നോക്കി. നമ്മളൊക്കെ വായിലുള്ള നാവ് ഈ എത്ര റുപ്യക്ക് കിട്ടും? എത്ര റുപ്യ കിട്ടും? പാണ്ടിക്കാട് ഒരു ഉമ്മ പ്രസവിച്ചു, പക്ഷേ കുട്ടിക്ക് നാവില്ല. അല്ലാഹ് കാക്കട്ടെ. എല്ലാ ആമീനും ഒരുപോലെ കരുതണ്ട, ചിലതൊക്കെ ഒന്ന് മുറുക്കി പറയണത് നല്ലതാണ്. പടച്ചോൻ ഖൈറിലാക്കട്ടെ. അപ്പോ ഒരു സ്ത്രീ പ്രസവിച്ചു നോക്കുമ്പോൾ നാവില്ല. എത്ര ഉറുപ്പ്യ കൊടുത്താൽ പാണ്ടിക്കാട് പഞ്ചായത്തിന് ആ കുട്ടിക്ക് ഒരു നാവ് കൊടുക്കാൻ കഴിയുമോ? കേരള സംസ്ഥാനത്തിന് കഴിയുമോ? ഇന്ത്യ മഹാരാജ്യത്തിന് കഴിയുമോ? അയ്യോ, നമ്മുടെ നാവ് എന്ന് പറഞ്ഞാൽ കടകടകടാന്ന് സംസാരിക്കാൻ മാത്രമല്ല, നാവ് ശരീരത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രത്തിന്റെ കാവൽക്കാരനാണ്. ഇന്ത്യ രാജ്യത്തിന്റെ കോടിക്കണക്കിന് ജനങ്ങളുടെ കാവൽക്കാരനാണ് ആര്? പ്രധാനമന്ത്രി അല്ലേ? അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിക്ക് താമസിക്കാൻ ഇവിടെ പാണ്ടിക്കാടല്ല സൗകര്യം. പ്രധാനമന്ത്രിക്ക് താമസിക്കണമെങ്കിൽ വലിയ വലിയ സ്ഥലങ്ങളിലെ പ്രധാനമന്ത്രി ചിലപ്പോൾ ഇടയ്ക്ക് ബോംബെയിൽ അല്ലേ, ഇടയ്ക്ക് ബാംഗ്ലൂരിൽ, ഇടയ്ക്ക് ഡൽഹിയിൽ അല്ലേ? ബാംഗ്ലൂർ, ഡൽഹി, ബോംബെ, കൂറ്റമ്പാറ, അങ്ങനെ വലിയ വലിയ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അല്ലേ, ഇപ്പം നിങ്ങൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, അല്ലാഹു തആല ഖൈർ തരട്ടെ. അപ്പോൾ പ്രധാനമന്ത്രി താമസിക്കുന്നത് എവിടെയാണ്? തലസ്ഥാന നഗരി. തലസ്ഥാന നഗരിയിൽ പ്രധാനമന്ത്രിക്ക് താമസിക്കാൻ പ്രധാനമന്ത്രി ഭവൻ. പ്രധാനമന്ത്രി ഭവന്റെ ചുറ്റുഭാഗത്ത് 3 സേന കാവലുണ്ട്: കരസേന, നാവികസേന, വ്യോമസേന. എന്നിട്ട് പ്രധാനമന്ത്രിക്ക് താമസിക്കാൻ പ്രത്യേക റൂം. അവിടെ എല്ലാ സേനയിലും പെട്ട സെക്യൂരിറ്റി അല്ലേ? എന്തുകൊണ്ട്? പ്രധാനമന്ത്രി വല്ല പ്രസ്താവന ഇറക്കിയിട്ട് മൂപ്പരകത്തേക്ക് പോകും, പരിക്ക് മുഴുവൻ പുറത്തേക്കാണ്. ചുറ്റുഭാഗത്തെ രാജ്യം മുഴുവനും അളകും. ഗുണമാണെങ്കിൽ ഗുണം രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവൻ അല്ലേ? ഈ നമ്മുടെ ശരീരത്തിന്റെ പ്രധാനമന്ത്രി നാവാണ്. നാവിന് താമസിക്കാൻ കാല് മുതൽക്ക് ഇങ്ങനെ നോക്കിയാൽ തലസ്ഥാന നഗരിയിലാണ് നാവ് താമസിക്കുന്നത് അല്ലേ? തലസ്ഥാന നഗരിയിൽ പ്രധാനമന്ത്രി താമസിക്കാൻ പ്രത്യേക റൂം. അതിൻ്റെ പരിസരത്താണ് നിങ്ങൾ കരസേന, നാവികസേന, വ്യോമസേന, ഇങ്ങനെ പ്രത്യേക സേനകളൊക്കെ അങ്ങനെ ചുറ്റുഭാഗത്ത് കാത്തു നിൽക്കുകയാണ്. എന്നിട്ട് പ്രധാനമന്ത്രിക്ക് താമസിക്കാൻ പ്രത്യേക റൂം. ആ റൂമിലൊന്ന് നോക്കുകയാണെങ്കിൽ അവനാൻ്റെ നോക്കിയാൽ മതി, ഇന്നെ തന്നെ കാണുന്നില്ല. അങ്ങനെ വിവിധ സേനകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഒന്നിൻ്റെ കോലത്തിലല്ല മറ്റേതിൻ്റെ കോലത്തിലല്ല മറ്റേത്. നാവികസേന, കരസേന, വ്യോമസേന. എന്തിന്? ശരീരത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് നാവ്. മൂപ്പര് വല്ല പ്രസ്താവന ഇറക്കി ഔത്തുക്കാണ് പോകും, പരിക്ക് മുഴുവൻ പുറത്തേക്കാണ്. അതാണ് അങ്ങനത്തെ വർത്താനത്തിനല്ലോ വറ്റി അടിക്കാൻ്റെ പല്ല് ഞാൻ കൊഴിച്ചു എന്ന് പറഞ്ഞത്. നാവ് പറഞ്ഞതിനാ പല്ല് കൊഴിച്ചത്? അപ്പൊ പ്രധാനമന്ത്രിക്ക് സമ്മതം കൊടുത്തത് സെക്യൂരിറ്റി ആയതുകൊണ്ടാണ്. അപ്പോ കണ്ട നിങ്ങൾ, നാവിനെ പറ്റിയിട്ട് നമ്മൾ ഓർക്കണം. നാവ് അല്ലാഹു തആല അത്ര കാവലാക്കി വെച്ചതാണ്, ശരീരത്തിന്റെ പ്രധാനമന്ത്രിയാ. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട് അല്ലേ? എന്താണത്? എന്താ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്?
രണ്ട് താടി എല്ലിനിടക്ക് അള്ളാഹു തആല വെച്ചിരിക്കുന്ന ഈ എല്ലില്ലാത്ത അവയവം ഉണ്ടല്ലോ നാവ്, ഇതൊരു തെറ്റ് ചെയ്യൂല എന്ന് ഉറപ്പുണ്ടോ? സ്വർഗം എന്നാ കൈ പിടിച്ചോന്നോ. അല്ലാഹുവിൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നാവ് കൊണ്ട് ഒരു തെറ്റ് ചെയ്യൂല എന്ന് ഉറപ്പ് തരാൻ പറ്റുമോ? സ്വർഗത്തിന് ഞാൻ ഒപ്പിട്ട് തരാം. മുഹമ്മദ് മുസ്തഫ. ഒരിക്കൽ റസൂലുള്ളാഹിനോട് വലിയ സ്വഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, നബിയെ സ്വർഗം കിട്ടണമെന്ന് നമ്മുടെ പൂതിയാണ്, നമ്മുടെ ആശയാണ്, നമ്മുടെ ആഗ്രഹമാണ്, എന്താണാവോ ചെയ്യേണ്ടത്? റസൂലുള്ള രണ്ട് വിരലിങ്ങനെ ഉയർത്തിപ്പിടിച്ചു ഇവിടെ നോക്കി, ഇങ്ങനെ പിടിച്ചിട്ട് നാവിന്റെ തലപ്പിങ്ങനെ പിടിച്ചു, കുഫ അലൈക ഹാദാ, സ്വർഗം കിട്ടണോ ഈ സാധനത്തെ സൂക്ഷിച്ചോ മുഹമ്മദ് മുസ്തഫ. മറ്റൊരു സമയത്ത് ബഹുമാനപ്പെട്ട ഉഖബത്ത് ബിൻ ആമിർ തങ്ങളാണെന്നാണ് എൻ്റെ ഓർമ്മ, ബഹുമാനപ്പെട്ടവർ റസൂലുള്ളാഹിനോട് തങ്ങൾ പറയുന്നുണ്ട്, ഔസിനി യാ റസൂലല്ലാഹ്, നബിയെ എനിക്കൊരു വസിയത്ത് പറഞ്ഞു തരുമോ, എനിക്കൊരു വസിയത്ത് പറഞ്ഞു തരുമോ? ആ സമയത്ത് നബി മുഹമ്മദ് മുസ്തഫ, അംസിക് അലൈക ലിസാനക്, നിന്റെ നാവിനെ നിനക്ക് വേണ്ടി നീ പിടിച്ചു വെച്ചോ മുഹമ്മദുർ റസൂലുള്ളാഹ്. നാവിൽ നിന്ന് ഒരു വാക്ക് പുറത്തേക്ക് വന്ന തോക്കുന്ന ഉണ്ട പോയ മതിരാണ്. അത് ആരെ നെഞ്ഞത്താ തറക്കാന്നറിയില്ല, ആരെ തരീക്കാണ് പോകുക എന്നുള്ളത് അറിയില്ല. തോക്കുന്ന ഉണ്ട പോയ ശേഷം പിന്നെ നമ്മൾ ഖേദിച്ചിട്ട് കാര്യമില്ല, പിന്നെ എന്ന മാതിരി നാവുന്നൊരു വാക്ക് പോയാൽ അത് ആർക്കൊക്കെ എങ്ങനെയൊക്കെ ബാധിക്കും. അംസിക് അലൈക ലിസാനക്, നിന്റെ നാവിനെ നിനക്ക് വേണ്ടി നീ പിടിച്ചു വെച്ചോ. എങ്ങനെ പിടിച്ചു വെക്കല്? ഇങ്ങനെ നാവിനെ പിടിച്ചു വെക്കല്, പിടിച്ചുകൂടല, ഇങ്ങനെ പിടിച്ചു വെക്കല്. ഒരു വാക്ക് പറയാൻ ഒരുങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഓർക്കണം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിന്റെ നാവിനെ നീ സൂക്ഷിച്ചോ. എന്താണ് സൂക്ഷിക്കുന്നത്? യാ റബ്ബ്, ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് ഓർക്കണം, പറയണോ പറയണ്ടേ. അതാണ് ഒരു പിടിച്ചുവെക്കൽ, അതാണ് ഒരു പിടിച്ചുവെക്കൽ. രണ്ട്, ഇപ്പോൾ തന്നെ പറയണോ പറയണ്ടേ, രണ്ടാമത്തെ ഒരു പിടിച്ചുവെക്കൽ. മൂന്ന്, ഞാനത് മനസ്സിൽ വന്നൊരു കോലുണ്ടല്ലോ പറയാൻ, അങ്ങനെ തന്നെ പറയണോ പറയണ്ടേ, മൂന്നാമത്തെ ഒരു പിടിച്ചുവെക്കൽ. 4, ഞാനിപ്പോ ആ വാക്ക് നേർക്ക് നേരെ പറയണോ അതല്ല മറ്റോനെ ഏൽപ്പിച്ച് പറഞ്ഞാൽ മതിയോ, നാലാമത്തെ ഒരു ആലോചന. അത്രയും ആലോചന കഴിയുമ്പോഴൊക്കെ അതിനെ മനസ്സിലായി, അൽഹംദുലില്ലാ പറയാഞ്ഞത് നന്നായിട്ടോ. എത്രയോ അനുഭവം നമുക്കില്ലേ. അംസിക് അലൈക ലിസാനക്, നിന്റെ നാവിനെ നിനക്ക് വേണ്ടി നീ പിടിച്ചു വെച്ചോ. ആ പിടിച്ചു വെച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ നാവ് അപ്പോ നമ്മുടെ നാവിന് എന്തുകൊണ്ട്? നാവ് ശരീരത്തിന്റെ പ്രധാനമന്ത്രിയാണ്. നാവ് ശരീരത്തിന്റെ പ്രധാനമന്ത്രിയാ, കാവൽക്കാരനാണ്. നിങ്ങൾ നോക്കൂ, എന്താണ് ഒരു പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ? രാഷ്ട്രത്തിന്റെ കാവൽക്കാരനാ. നിങ്ങളെ ശരീരത്തിലേക്ക് നോക്കുക. നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം നമ്മളെടുത്തിട്ട് കുടിക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുപോകുമ്പോ നാവ് പറയും, നിക്കട്ടെ ചൂട് കൂടുതലാണ്. പറയില്ലേ? അതല്ലേ അടുത്തത്. അതവിടെ വെച്ച് നമ്മൾ വേറൊരു ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ കുടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഭയങ്കര മധുരം. അല്ലാ നിക്കട്ടെ മധുരം കൂടുതലാണ്. അതവിടെ വെച്ച് വേറൊരു കുപ്പി എടുത്ത് ആ കുപ്പിത്തേക്ക് നിക്കട്ടെ കയ്പ് കൂടുതലാണ്. അല്ലേ? ശരീരത്തിന്റെ നാവ് അപ്പോൾ വിവരം കൊടുക്കാൻ. ഇങ്ങനെ അള്ളാഹ് തന്ന നാവില് അലം നജ്അൽ ലഹു ഐനൈൻ, പിന്നെ വലിസാനം വശഫത്തൈൻ. നിങ്ങൾ കുറച്ചേരം എൻ്റെ ഒപ്പം നിൽക്കണം, അല്ലെങ്കിൽ പിന്നെ എനിക്ക് കാണാതെ പഠിക്കാൻ വേണ്ടിങ്ങാണ്ടല്ലത്. മനസ്സിലായോ? അതൊക്കെ കേട്ട് പോകുമ്പോഴേ പണ്ട് മദ്രസയിൽ മുഫത്തിശ് വന്നിട്ട് കുട്ടികളോട് ചോദിച്ചു, സ്കൂളിന്റെ 13ാമത്തെ ഫർള് ഏതാന്ന് ചോദിച്ചു. കുട്ടികളൊക്കെ ഇങ്ങനെ അന്തം വിട്ടപ്പോൾ 2 കുട്ടികൾ പറഞ്ഞു, ഉസ്താദെ ഞങ്ങളിവിടെ പുഴയിലിറങ്ങി മുങ്ങലാണ് പറഞ്ഞു. ഇനി പിന്നെ 13, 14 നോക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ മുങ്ങാൻ തീരുമാനിച്ചാൽ പറ്റൂല, കുറച്ചൊന്ന് ആലോചിക്കാൻ വേണം. അള്ളാഹു നമുക്ക് ഖൈറ് തരട്ടെ. അപ്പോ നമ്മുടെ നാവ് കണ്ടങ്ങൾ അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫത്തൈൻ, അല്ലേ? നമ്മുടെ ലിസാൻ, ആ ലിസാനിന്റെ ഒരു പ്രത്യേകത അള്ളാഹ് തന്ന നാവ്, അല്ലേ? നോക്ക നിങ്ങൾ, അള്ളാഹുത്തെ നമുക്ക് തന്ന നാവിനെ വില കൊടുത്ത് വാങ്ങാൻ പറ്റുമോ? ഇത് സ്വർഗത്തിൽ നിന്ന് കിട്ടിയതാണ്. ഇതിന് വില കണക്കാക്കാൻ കഴിയൂല, ഇതിന് പരിധി നിശ്ചയിക്കാൻ പറ്റൂല. നമ്മുടെ നാവ് ഒരു മൈക്രോ സെക്കൻഡിൽ തലച്ചോറിലേക്ക് എത്ര വിവരം കൈമാറും? ഇപ്പൊ ശാസ്ത്രം കണ്ടെത്തിയത് വെച്ചുകൊണ്ട് ഒരു മൈക്രോ സെക്കൻഡിൽ നാവിൽ നിന്ന് തലച്ചോറിലേക്ക് 26,000 വിവരങ്ങൾ കൈകാര്യം ചെയ്യാൻ നാവിന്റെ തലപ്പത്ത് സംവിധാനമുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് അത് ബോധ്യമാകണം എന്നാ ഒരു കാര്യം ചെയ്യും, നമ്മൾ ജ്യൂസ് കടയിൽ പോകാം. പഴയ കാലത്തൊക്കെ എന്തേണ്ടതിന് ഒറ്റ ജ്യൂസ്, നിങ്ങൾക്ക് മുന്തിരി ജ്യൂസ് അല്ലെങ്കിൽ ആപ്പിൾ ജ്യൂസ് അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ഒരു കടയിൽ എത്ര പഴമുണ്ടോ അതുകൊണ്ടൊക്കെ ജ്യൂസ് അടിക്കും. ആ ജ്യൂസിന് എന്താ പറയാ? പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞു. ആ
അല്ലേ, ഷാർജ ഷേഖ് എന്നോ തോക്തയിൽ എന്ത് പറഞ്ഞാലും പാടില്ല അല്ലേ. അപ്പോൾ ആ ജ്യൂസിൽ ഏതൊക്കെ കൂട്ടിയിട്ടുണ്ട്? ഒരു ജ്യൂസ് അടിക്കാൻ വേണ്ടി ഒരാൾ മുന്തിരി, ആപ്പിള്, പിന്നെ പപ്പായ, മാംഗോ അല്ലേ, അങ്ങനെയാണ് തുടങ്ങിയിട്ട് എല്ലാ സാധനവും കൂട്ടിയിട്ട് ഒരു ജ്യൂസ് അടിച്ചു. ആ ജ്യൂസ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് ആ ജ്യൂസ് ഇങ്ങനെ വാങ്ങിയിട്ട് ഒരു തുള്ളി നാവുമ്പോൾ വീഴുമ്പോഴൊക്കെ നാവ് പറയും മാങ്ങ പഴയതാട്ടോ. പറയില്ലേ? നാവിൽ അല്ലാഹു തആല വെച്ചിരിക്കുന്ന സംവിധാനം, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫത്തൈൻ, ഇങ്ങനത്തെ ഒരു നാവ്. ഈ പാണ്ടിക്കാട് ഒരു ഉമ്മ പ്രസവിച്ചപ്പോൾ കുട്ടിക്ക് നാവില്ലെങ്കിൽ ഈ സാധനം കൊടുക്കാൻ ആർക്ക് സാധിക്കും? ഇത് സ്വർഗത്തിൽ നിന്ന് കിട്ടിയതാ, ഇതിന് വില കണക്കാക്കാൻ കഴിയില്ല. ഉമ്മയുടെ ഗർഭാശയം ഒരു മിനി സ്വർഗമാണ്. അല്ലാഹുവേ, ഞങ്ങളെ ഉമ്മാക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ, ഞങ്ങളെ വാപ്പാക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. മാതാപിതാക്കൾ മരിച്ചവരാണോ മഗ്ഫിറത്തിന് ദുആ ചെയ്യുക, ഹയാത്തുള്ളവരാണോ അവരെ ആഫിയത്തിനും സുഖത്തിനും ദുആ ചെയ്യുക. ഈ രണ്ട് ദുആ മക്കൾ നടത്തുന്നില്ലെങ്കിൽ ആ മക്കളെ അല്ലാഹു തആല ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ദാരിദ്ര്യം പല വിധത്തിലുണ്ട്. സാമ്പത്തിക ദാരിദ്ര്യമുണ്ട് അല്ലെ, പാണ്ഡിത്യത്തിന്റെ ദാരിദ്ര്യമുണ്ട്, എവിടെ ചെന്നാലും പരിഗണിക്കാത്ത ദാരിദ്ര്യമുണ്ട്. ദാരിദ്ര്യം ഒന്ന് മാത്രമല്ല, ഒമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ എന്ന് പറഞ്ഞാൽ ചെലവാക്കൽ ഒന്ന് മാത്രമല്ല. ഒമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, അവർക്ക് കിട്ടിയതെന്ന് ഒരു ചെലവാക്കും. ഇൽമ് കിട്ടിയോ ഇൽമ് ചെലവാക്കും, ആരോഗ്യം കിട്ടിയോ ആരോഗ്യം ചെലവാക്കും, സ്വാധീനം കിട്ടിയോ സ്വാധീനം ചെലവാക്കും, പണം കിട്ടിയോ പണം ചെലവാക്കും. ചെലവാക്കുക എന്ന് പറഞ്ഞാൽ എന്താ അല്ലാഹ് നിഅമത്ത് ചെയ്ത് അതിന് ചെലവാക്കലാണ് അല്ലേ. അപ്പോ അതേപോലെയാണ് നമ്മൾ ഓർക്കണം, ദാരിദ്ര്യം എന്ന് പറയുന്നത് വിവിധ മാതാപിതാക്കളെ ഒരിക്കലും നമ്മുടെ ദുആയിൽ മറക്കാൻ പറ്റൂല. അപ്പോ ഉമ്മാക്കും ബാപ്പാക്കും ഉമ്മയുടെ ഗർഭാശയം ഒരു മിനി സ്വർഗമാണ്. എന്തൊരു സ്വർഗത്തിൽ വില മതിക്കാത്ത സാധന, സ്വർഗത്തിൽ നിന്ന് കിട്ടിയതൊക്കെ അല്ലേ. എന്തിനപ്പോ അവിടേക്ക് പോണ് കണ്ടങ്ങൾ. ഇതാ ഇപ്പൊ നമ്മളെ ഡോക്ടർമാരൊക്കെ പാടെ കൂടിയിട്ട് പ്ലാസ്റ്റിക് സർജറി ഉണ്ട്. പ്ലാസ്റ്റിക് സർജറിയിൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള സാധനമൊക്കെ കിട്ടും. നാളെ നമ്മളെ എന്തേനും ആചാര പേര് കലന്തരാജു, അയാളെ പിന്നെ ബെർല് മറ്റേ പണ്ടത്തെ കാലത്തെ അയാളെ ബെർലി അംബാസഡർ കാറിന്റെ ഡോറിൽ കുടുങ്ങി. അംബാസഡർ കാർ അറിയില്ല, അല്ല അതിന്റെ ഭയങ്കര കനുള്ള ഡോറാ, ബെർല് തീ കുടുങ്ങി. പടച്ചോനെ അത് വേറെടുത്ത് കിട്ടിയപ്പത്തിന് നേരം വഴുകി. പിന്നെ മെഡിക്കൽ കോളേജിൽ ചെന്ന് നോക്കുമ്പോൾ ഡോക്ടർമാർ പറഞ്ഞു വേഗം മുറിക്കുക നല്ലത്, കാരണം ബ്ലഡ് സർക്കുലേഷൻ അവസാനിച്ചിട്ടുണ്ട്, ഇനി അതിങ്ങനെ കറുത്ത് വരും, പിന്നെ മുഴുവൻ കളയേണ്ടി വരും. അപ്പം എന്നാ ഇവിടെ മുറിച്ചല്ലേ വെച്ച് ബിസ്മില്ലാ മുറിച്ചാൻ തീരുമാനിച്ചു. 1.25 ലക്ഷം ഉറുപ്പിക ചിലവാക്കി മുറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ കലന്തനാജി ഇങ്ങനെ നോക്കുമ്പോൾ ഈ കുറ്റിയുള്ളത് നമ്മൾ കാണുന്നത്. അപ്പോൾ മൂപ്പർക്ക് ഇതൊരു വലിയൊരു ഐബായി. ആൾക്കാർ വേറെ എവിടെക്കെങ്കിലും നോക്കിയാലും ആചാര്യർക്ക് തോന്നും ഒരു ഇഞ്ച വിരലുമ കാണോ നോക്കണത്. അത് മനുഷ്യൻ്റെ ഒരു സഹജമായ ഒരു രീതിയാണ് അല്ലേ. എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അയാൾക്കാ നോക്കണമെന്ന് നമുക്കും തോന്നും. ഞാനിപ്പം മിഞ്ഞാന്ന് നുറുക്ക് തിന്നുമ്പോൾ ഈ അണ്ണാക്കിൽ ചെറിയൊരു തൊലി ഇങ്ങനെ പോയി. ഇപ്പം നാവ് അവിടെ തന്നെ പോയി മുട്ടണുള്ളൂ. അതിനിപ്പോൾ നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത് ശരീരത്തിൻ്റെ ഒക്കെ ഒരു പ്രകൃതിയാണ്, ഒരു സെറ്റപ്പിലൊരു സംവിധാനമാണ്. അപ്പോൾ ആചാര്യക്കൊരു അയ്പത്തരം ഇതിങ്ങനെ. അപ്പം മൂപ്പർ എന്ത് ചെയ്തു? മെഡിക്കൽ കോളേജിൽ വീണ്ടും ചെന്നു. അപ്പോഴേക്ക് പ്ലാസ്റ്റിക് സർജറി കണ്ടെത്തിക്കണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സാറേ ആചാര്യ നിങ്ങൾ വരും, ഒരു 3.5 ലക്ഷം ഉറുപ്പിക ആവും, നമുക്കതാണ് മാറ്റി വെക്കാം. അങ്ങനെ എന്ത് ചെയ്തു? ഒരു പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് മൂപ്പർക്ക് വിരൽ കിട്ടിയപ്പോൾ ആചാര്യ ഇങ്ങനെ കിട്ടിയ ഉഷാറിൽ ഇങ്ങനെ പോകാൻ. അപ്പോഴൊക്കെ നമ്മളെ പുതിയ ആധുനിക ശാസ്ത്രത്തിൻ്റെ കുട്ടികളൊക്കെ പാടെ ഇനി പഠിച്ചോ ഇല്ലെങ്കിലും വേണ്ടിയില്ല, നമുക്ക് ഏത് കിട്ടൽ തുടങ്ങിക്കണേ, വിരൽ കിട്ടൽ തുടങ്ങിക്കണം. അപ്പോൾ ഒരാൾ എക്സ് മുസ്ലിം മറ്റേ മുസ്ലിമും ഒക്കെ ആയി പോകൽ കഴിഞ്ഞു. യാ റബ്ബ്, നോക്കണം നിങ്ങൾ ഏതേപ്പോ കിട്ടിയത്. ശരി, അല്ലാഹു തആല നേരത്തെ പടച്ച വിരലുണ്ടല്ലോ, പോയ വിരലുണ്ടല്ലോ, ആ പോയ വിരലും ഇപ്പത്തെ വിരലും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? അല്ലാഹു റബ്ബി. മുമ്പ് നമ്മുടെ നാട്ടിൽ പ്രമാദമായ ഒരു കളവ് നടന്നത് ഫറൂഖ് ജ്വല്ലറിയാണ്, ഇവിടെ കൊടുവള്ളിയിൽ. അതിന്റെ കേസ് തെളിയിക്കാൻ വളരെ പ്രയാസപ്പെട്ടു. അന്ന് ആ കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് അതിവിദഗ്ധ സംഘം, എന്തുകൊണ്ട് ഒരു ജ്വല്ലറി ഒന്നായിട്ട് വലിയ ആഭരണങ്ങൾ, ഒരു വല്ലാത്ത അത്ഭുതകരമായ കളവ്, അത് തെളിയിക്കാൻ ഒരു വകുപ്പുമില്ല. അവസാനം വിരലടയാള വിദഗ്ധന്മാർ വന്നിട്ട് എന്താ ചെയ്തതെന്നറിയാം. ഈ ജ്വല്ലറിയുടെ ഇങ്ങനെ ഈ എന്താ പറയാ, അവന്റെ ആ ഇരുമ്പിന്റെ കൊക്കക്ക് ഓടാമ്പില, ആ ഓടാമ്പിൽ ഇങ്ങനെ വാൾമുറി വെച്ച് മുറിച്ചതാണ്. അങ്ങനെ മുറിച്ച് ഇങ്ങനെ എത്തുമ്പോൾ അടിയിക്കെത്തുമ്പോൾ വിരലിങ്ങനെ തട്ടുമല്ലോ, ആ വിരല് തട്ടിയ പൊടി താഴെ വീണിക്കണം. ആ പൊടിയിൽ നിന്ന് വിരലടയാളം കണ്ടെത്തി വെക്കുമ്പോൾ ഇത് മുറിച്ചെടുത്തിക്കുന്നത് ആര് തന്നെയാണ്? ഉടമസ്ഥൻ തന്നെയാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. എന്തിന്? അയാൾക്ക് ഈ സ്വർണവും കിട്ടും, അയാൾക്ക് ഇൻഷൂറിന് മുഴുവൻ സ്വർണം വേറെയും കിട്ടും, അത് അപ്പോൾ അയാളെ പിടി വെക്കുമ്പോൾ എങ്ങനെയാണ് അന്നത്തെ കാലം പിടിച്ചത്? ഇവിടെ
ഇതിങ്ങനെ അവിടെ ആ പൊടിമ തട്ടി അടയാളം കൊണ്ട് അത്രയാണ് നമ്മളെ വിരലും അള്ളാഹു തആല വെച്ചിരിക്കുന്ന സംവിധാനം. ഇത് അള്ളാഹു തആല വെച്ചിരിക്കുന്ന ആധുനിക ശാസ്ത്രത്തിന്റെ ഏറ്റവും മികച്ച പഠനം അനുസരിച്ചുകൊണ്ട് അന്ന് നമ്മുടെ മനോരമയിൽ ഒരു ഫീച്ചർ വന്നു വിരലടയാളത്തെ പറ്റി. അതിൽ അന്ന് കൊടുത്തിട്ടുണ്ട് ഒരാളുടെ വിരലടയാളം മറ്റൊരാളിൽ നിന്ന് എത്ര അടയാളങ്ങളെ കൊണ്ട് വേർതിരിയും? 76 അടയാളങ്ങളെ കൊണ്ട് വേർതിരിയും. ലോകത്ത് ഇന്ന് 800 കോടി ജനങ്ങൾ, കോടി ജനങ്ങൾ കഴിഞ്ഞുപോയി. ഒരാളുടെ വിരലടയാളം മറ്റൊരാളിൽ നിന്ന് 76 അടയാളങ്ങളെ കൊണ്ട് വേർതിരിയും. അതാണ് അള്ളാഹു തആല പടച്ച് പോയ വിരല്. ഇപ്പൊ നമുക്ക് മാറ്റി കിട്ടിയ 3.25 ലക്ഷത്തിന്റെ വിരലുണ്ടല്ലോ, ആ വിരലും കൊണ്ട് റൈസർ ഓഫീസിൽ ഒപ്പിടാൻ പോയാൽ സംഗതി നടക്കും. ഡിസൈസിന്റെ കുഞ്ഞുമായിരിക്കണേ പോലെ വാപ്പയൊക്കെ സുഖമില്ലാത്ത ക്ഷീണമൊക്കെയാണ്. അള്ളാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ. വലിയ കച്ചവടക്കാരാണൊക്കെ അല്ലേ, അങ്ങനെ ഇരിക്കുന്ന കച്ചവടക്കാരൊക്കെ. നമ്മളൊരു ഭൂമി കച്ചവടം ചെയ്തു ഒറ്റയ്ക്ക, എന്നിട്ട് 10 ലക്ഷം ഉറുപ്പ്യ കൊടുക്കാണ്ട് 10 ലക്ഷം ഉറുപ്പ്യ കൊടുക്കാണ്ട് കച്ചവടക്കാരനെ കണ്ടപ്പോൾ നോക്കിയതാണ്. ഓരോടൊക്കെ കടം വാങ്ങിയിട്ടില്ലേ നമുക്ക് ഇങ്ങനെ കഴിച്ചിലായി പോകേണ്ടത്. അള്ളാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ. അപ്പോൾ കച്ചവടത്തിന് എന്ത് ചെയ്യണം? രജിസ്റ്ററിന് 10 ലക്ഷം ഉറുപ്പ്യ കൊടുക്കണം. 10 ലക്ഷം ഉറുപ്പ്യ കൊടുക്കാൻ വേണ്ടി രജിസ്റ്റർ ഓഫീസിലേക്ക് ഒപ്പിടാൻ വന്നിരിക്കണത് ഈ പ്ലാസ്റ്റിക്കിന്റെ വിരലുമായിട്ട് ഞങ്ങൾ കൈ കൊടുക്കും. ആരെങ്കിലും കൊടുക്കും? ഈ പ്ലാസ്റ്റിക്കിന്റെ വിരല് വെച്ച് കിട്ടിയപ്പോൾ കുറച്ചാൾ എക്സ് മുസ്ലിം മറ്റേ മുസ്ലിം എവിടേക്കൊക്കെ പോകണമെന്നറിയോ? ക്യാ ഫായിദ ഹേ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഏതെങ്കിലും ഒരെണ്ണത്തിന് വില കണക്കാക്കാൻ പറ്റുമോ? ഇപ്പൊ നമ്മളെ ദന്ത ഡോക്ടർമാർ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പല്ലൊക്കെ വേറെ കിട്ടും, ഇറച്ചിയാണ് തിന്നണമെങ്കിൽ വേറെ മുതൽ കൊണ്ടുവരേണ്ടി വരും. മാറിയേക്കണ പല്ലാതാ അതിങ്ങനെ ഈ നെല്ലുത്തേരിന്റെ ചോറിങ്ങനെ ചമക്കാൻ പറ്റും, അല്ലാതെ ഏതിന് പറ്റൂല. ഒരു കോയിന്റെ കഷ്ണാണ് കിട്ടിയാൽ കടിച്ചിന് വലിച്ചാൽ കോയിമ്പ ഇറച്ചി അവിടെ തന്നെ ഉണ്ടാവും, പല്ല് കൈ കിട്ടിയിട്ടുണ്ടാവും. എന്നാലും നമ്മളെ മേമാലിയാക്ക പല്ല് പറിച്ചാൻ വേണ്ടി പോയി ഡോക്ടറെ അടുത്ത്. പല്ല് പറിച്ചും കൊണ്ട് ഇങ്ങനെ നോക്കണ സമയത്ത് മൂപ്പർക്ക് മൂക്കിനൊരു വേദന. അപ്പോൾ ആ ഡോക്ടറോട് സാറ് എൻ്റെ മൂക്കിനൊരു വേദന ഉണ്ടാവും എന്ന് നോക്കണം എന്നാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മൂക്കിൻ്റെ ആൾ ഞാനല്ല. പിന്നെന്തെത്തി നിങ്ങൾ പഠിച്ചേ 3-4 കൊല്ലം പഠിച്ചിട്ട് ഈ പല്ലും മൂക്കും എത്ര അടുത്താ ഒന്ന് നോക്കിക്കൂടെ ഇന്നലെ നിങ്ങൾക്ക് പോയി. അപ്പം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം 10 ഉള്ളൂ അതിനെപ്പറ്റി ചോദിക്കാനുള്ളത്. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് പല്ല് വേറെയും മൂക്ക് വേറെയും ഒക്കെ പഠിച്ചിട്ടും പഠനം തീരുന്നില്ല. മൂക്കിനെ പറ്റിയുള്ള പഠനം അവസാനിച്ചോ? പല്ലിനെ പറ്റിയുള്ള പഠനം അവസാനിച്ചോ? കണ്ണിനെ പറ്റിയുള്ള പഠനം അവസാനിച്ചോ? ഏതിനെ പറ്റിയുള്ള പഠനമാണ് അവസാനിച്ചത്? നമ്മുടെ രോമങ്ങളെ പറ്റിയുള്ള പഠനം അവസാനിച്ചോ? അല്ലാ, ഇത് സ്വർഗത്തിലെ മുതലാണ്. ഉമ്മയുടെ ഗർഭാശയം ഒരു മിനി സ്വർഗമാണ്. ഒരു മിനി സ്വർഗമാണ്. ആ സ്വർഗത്തിലെ മൂന്നാമത്തെ ഒരു കാര്യം എന്താ? സ്വർഗത്തിലെ അസൂയല്ലല്ലോ. ഉണ്ടോ? സ്വർഗത്തിലെ അസൂയല്ല. അതാണ് അമ്മയുടെ ഗർഭാശയത്തിൽ 6 ഇഞ്ച് വീതിയും 15 ഇഞ്ച് നീളവും. അതാണ് ഇപ്പൊ ഗർഭാശയം എന്ന് പറയുന്നത് അല്ലേ? അതിൽ നമ്മൾ ഇന്ദ്രിയ ബീജജന്ത് കലക്കൽ മുഖത്ത് അലക്കത്തൻ ഓതിയാൽ നമ്മൾ എവിടെ എത്തും? അതിങ്ങനെ വലുതായപ്പോൾ അൽഹംദുലില്ലാ ഇങ്ങനെ വികസിച്ച് പ്രസവിക്കാനായപ്പോൾ കുട്ടിയുടെ കാനെത്ര? കുട്ടിയുടെ കാന് 2,800, 3,200, 2,700 ഇല്ലേ? അത്ര വലുതായിട്ടും ഗർഭാശയത്തിൽ നല്ല സൗകര്യം. ഗർഭാശയം വിശാലമായോ ആയില്ലേ? ഇതൊക്കെ നമ്മളെ മുത്താലിമ്യങ്ങളൊന്ന് ഓർമ്മിച്ച് വെക്കണം. ഗർഭാശയം വിശാലമായിട്ട് ഉമ്മാന്റെ പള്ള പൊട്ടിയിട്ടില്ല. എന്നാൽ കബറ് വിശാലമാകട്ടെ എന്ന് പറയുമ്പോൾ ആരും ബേജാറാകണ്ട. കബറ് വിശാലമായ മുടല് കീപ്പട്ട് മുഗ്ഗൂലേ എന്ന് ചോദിച്ചൊരു ചങ്ങായി. ഞാൻ ആവശ്യമില്ലാത്തത് ചോദിക്കണത് വലിയ കാലാളം. എല്ലാത്തിനും കൊക്കലാമത്തിന്റെ ചോദ്യം എത്ര ആളാണ്. പാതിരാക്ക് 2:30 ഒരു ചങ്ങായി എന്നെ വിളിച്ചു. ഹലോ കൂറ്റമ്പർ ഉസ്താദല്ലേ? ആ മോനെ എന്തേ ഉസ്താദെ ഒരു സംശയം ഉണ്ടേനോ? അപ്പം ഞാൻ സംശയിച്ച് മരിച്ചണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ചോദിച്ചോ. ഉസ്താദെ ഇബിലീസ് ആണാ പെണ്ണാന്ന് പാതിരാക്കി. അപ്പം ഞാൻ പറഞ്ഞു ഇതാണ് കല്യാണം കഴിച്ചാൽ അപ്പം മനസ്സിലായിക്കോളുമല്ലോ പറഞ്ഞു. അല്ല എന്താ ഇപ്പോൾ എന്നോട് പറയാം. അപ്പം ഹബീബുന മുഹമ്മദ് മുസ്തഫ ഞാൻ എൻ്റെ കുട്ടികളോട് ഓർമ്മപ്പെടുത്തുന്നത് നേരത്തെ തങ്ങൾ ഓർമ്മപ്പെടുത്തിയതുപോലെ പഠിക്കുമ്പോൾ നമുക്ക് അഭിമുഖീകരിക്കാനുള്ള കൗമിനെ പറ്റി അറിയണം. നമുക്ക് അഭിമുഖീകരിക്കാനുള്ള സമൂഹം. അപ്പം നമ്മളെ പഠനത്തിൽ എന്ത് ചെയ്യണം? ആധുനിക ശാസ്ത്രം, ഇസ്ലാമിക ശാസ്ത്രം അതൊക്കെ ഇങ്ങനെ ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. അലം നജ്അൽ ലഹു ഐനൈൻ, നമ്മുടെ കണ്ണിനെ പറ്റി പഠിക്കണം. ഓരോന്നും ഇതൊക്കെ സ്വർഗത്തിൽ നിന്ന് കിട്ടിയതാ. ഇനി സ്വർഗത്തിൽ എന്തില്ല? അസൂയല്ല. അടച്ചോനെ നമ്മളെ നാട്ടിൽ ആകെ ഏതേ ഉള്ളൂ. ഞാൻ നാളെ ഒരു വയത് പറഞ്ഞ എല്ലാവരും നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും അത് ഇല്ലേ? അല്ലാഹു റബ്ബി, കൊച്ചിയിലൊരു നെണ്ടിന്റെ കഥ പറഞ്ഞേന് ഞാൻ. നിങ്ങൾക്കൊക്കെ കിട്ടിയത്? കൊച്ചി അതാ പറഞ്ഞത്. കപ്പൽ പുറപ്പെടാൻ നിൽക്കുകയാണ് നെണ്ടിനെയും കൊണ്ട് അമേരിക്കയ്ക്ക്. അപ്പം ഇങ്ങനെ കപ്പൽ പുറപ്പെടാൻ നിൽക്കുമ്പോൾ അവസാന ഘട്ട പരിശോധനയിൽ വലിയൊരു ഭരണി അതിന് മൂടിയില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്.
അപ്പം മാനേജർ വന്നിട്ട് കപ്പിൽ തന്നെ കൊച്ചോക്കാനോട് സാറേ കപ്പലിൽ ഇരിക്കാൻ നിൽക്കട്ടെ, നമ്മളിവിടെ ഞണ്ടിൻ്റെ ഒരു ഭരണിക്ക് മൂടില്ല. അയാൾ പറഞ്ഞാൽ അത് എവിടുത്തെ ഞണ്ടാ നോക്കുക, കർണാടകത്തിൻ്റെതാണോ തമിഴ്നാടിൻ്റെതാണോ കേരളത്തിൻ്റെതാണോ? അപ്പം അയാൾ നല്ലോണം നോക്കിയിട്ട് പറഞ്ഞത് കേരളത്തിൻ്റെതാണ്. കേരളത്തിൻ്റെ ഞണ്ടാണെങ്കിൽ അതിന് മൂടി വേണമെന്നില്ല. അപ്പോൾ അതെന്തേന്ന് ഒരു ഞണ്ട് ഇങ്ങനെ മേലെ പൊന്തി വരുമ്പോൾ അതിന് മറ്റേ 2 ഞണ്ട് കീപ്പിട്ട് പിടിച്ച് വലിച്ചു, ഒന്നും പുറത്തേക്ക് പോകില്ല. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മളവിടെ അങ്ങനെയാണല്ലോ, ഒരാളെ പൊന്താനായിക്കൂല. അതെങ്ങനെയെങ്കിലും ആയിട്ട് ആ ഒരു ചുറ്റുപാടാനാണ് നമ്മൾ. അപ്പോൾ കുറച്ച് നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് നിൽക്കുമ്പോൾ നല്ലോണം പഠിച്ചു ഉയരാൻ തന്നെ നിൽക്കണം. അള്ളാഹു നമുക്ക് ഖൈറ് തരട്ടെ. നമ്മളെ അസൂയയും കുന്തും പോരും ഒക്കെ അങ്ങനെ നിറഞ്ഞു നിൽക്കാൻ. അതേ സമയത്ത് ഉമ്മയുടെ ഗർഭാശയത്തിലോ മിനി സ്വർഗമാണ്. അവിടെ പോരുണ്ടോ? അവിടെ കുന്തുണ്ടോ? അവിടെ LDF UDF ഉണ്ടോ? അവിടെ EKP ഉണ്ടോ? അങ്ങനത്തെ സംഗതി ഒന്നും അവിടെ ഇല്ല. എന്തില്ല, ഒരു മത്സരമല്ല. പിന്നെന്താ, ഗർഭാശയത്തിൽ ഒരു കുട്ടിയാണ് എന്നാൽ നല്ല സുഖം, 2 കുട്ടികളാണെങ്കിലോ പരമസുഖം, 3 കുട്ടികളാണെങ്കിലോ ബഹുസുഖം. നിങ്ങൾ ഇതുവരെ കേട്ടിനോ? ഗർഭാശയത്തിന് ഒരു കുട്ടി കുറച്ച് നേരത്തെ പോരാൻ ഒരുങ്ങി ഓൻ പോന്ന് നോക്കുമ്പോൾ പുറത്തൊക്കെ നിറച്ച് മുറിയാണ്. കാരണം മറ്റൊരു 2 ആളും മാന്തിയതാണ്. അങ്ങനെ ഒരു കുലുമാല് വരെ അതിന് തർക്കം. എന്തുകൊണ്ട്? സ്വർഗത്തിലെ അസൂയല്ല, ഉമ്മയുടെ ഗർഭാശയം ഒരു മിനി സ്വർഗമാണ്. ഉമ്മ നമുക്ക് അല്ലാഹു തആല ആദ്യം താമസിക്കാൻ ഒരുക്കിയത് വാപ്പ ആദം നബി അലൈഹിസ്സലാം കുറച്ചേരം സ്വർഗത്തിൽ നിന്നിട്ടുണ്ട്. അവിടെ അതിൻ്റെ ഒരു മിനി സ്വർഗത്തിലാണ് അള്ളാഹു നമ്മളെ താമസിപ്പിക്കുന്നത്. അതാണ് ഗർഭാശയം. ആ ഗർഭാശയത്തിൽ കുറച്ച് താമസിച്ച് ആസ്വദിച്ച് നല്ല സന്തോഷത്തിൽ എന്ത് സുഖേനെ അവിടെ അല്ലേ. അങ്ങനെ കണ്ണു നോക്കണ വല്ല ബുദ്ധിമുട്ടുണ്ട് അവിടെ. അപ്പൊ അതാ പറഞ്ഞത്, അള്ളാഹു നമുക്കൊക്കെ ഖൈറ് തരട്ടെ, ഉമ്മാക്കല്ല സ്വർഗം കൊടുക്കട്ടെ. ഉമ്മാന്റെ ഗർഭാശയത്തിൽ സുന്ദരമായി കഴിഞ്ഞു. വായു ഫ്രീയാണ്, വെള്ളം ഫ്രീയാണ്, താമസം ഫ്രീയാണ്, ഭക്ഷണം ഫ്രീയാണ്. ഇതൊക്കെ കിട്ടിയാണ് നമ്മൾ ജീവിച്ചിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം ഒരു അറയാണ്. ഓ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനുകളെ, ഇനി അറിയുന്നതിന് പുറത്തേക്ക് വന്നാൽ 2 കുളിപ്പിക്കലുണ്ട്. നമ്മുടെ ജീവിതം 2 കുളിപ്പിക്കലിനടക്കാണ്. രണ്ടാമത്തെ അറ ഞാൻ പറയാം. 2 കുളിപ്പിക്കലിനടക്കാണ് നമ്മളെ ജീവിതം അല്ലേ. ഏതാണ് ഒരു കുളിപ്പിക്കല്? നമ്മളൊക്കെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ശരീരത്തിൽ കുറച്ച് രക്തക്കറകളും കുറച്ച് ബാക്കിയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ മേലൊന്ന് കഴുകാൻ നമുക്ക് കഴിവില്ല, നമുക്ക് യാതൊന്നിനും കഴിവില്ല. അന്ന് നമ്മളെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ആരോ നമ്മളെ കുളിപ്പിച്ചു അല്ലേ, ആരോ നമ്മളെ കുളിപ്പിച്ചു. ഈ സ്റ്റേജിലുള്ളവരൊക്കെ ഒന്ന് പറഞ്ഞാൽ നിങ്ങളെ ആരെ കുളിപ്പിച്ചേനെ? നിങ്ങളാരെ കുളിപ്പിച്ചേനെ? നമ്മൾ ജനിച്ചപ്പോൾ നമ്മളെ കുളിപ്പിച്ചു ആരോ നമ്മളെ കുളിപ്പിച്ചു. നമുക്ക് ഒന്നിനും കഴിവില്ലാത്തപ്പോൾ ഒരു കുളിപ്പിക്കൽ കഴിഞ്ഞില്ലേ. ഇനി ഇൻഷാ അല്ലാഹ് മറ്റൊരു കുളിപ്പിക്കൽ വരാൻ പോകുന്നുണ്ട്. ഉണ്ടോ അല്ലേ? അതെപ്പോഴാ കുളിപ്പിക്കൽ? അന്ന് ആരാ കുളിപ്പിക്കുക? നമ്മൾ മരിച്ചാൽ നമ്മളെ കുളിപ്പിക്കൽ ആരെയും കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് പറഞ്ഞാണ് അല്ലേ. 2 കുളിപ്പിക്കലിനടക്കാണ് നമ്മളെ ജീവിതം. ഒരു കുളിപ്പിക്കൽ കഴിഞ്ഞു ആരോ, ഇനി നമുക്കൊരു കുളിപ്പിക്കൽ വരാനുണ്ട്, മരണാനന്തരമുള്ള ഒരു കുളിപ്പിക്കൽ. ആരാ കുളിപ്പിക്കുക? ആരോ. 2 കുളിപ്പിക്കലിനടക്കാണ് നമ്മളെ ജീവിതം. അല്ലാഹു റബ്ബി, 2 വാഹനത്തിനടക്കാണ് നമ്മളെ ജീവിതം. 2 വാഹനത്തിനടക്കാണ് നമ്മളെ ജീവിതം. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിക്ക് വന്നപ്പോൾ ആദ്യത്തെ വാഹനം ഉമ്മയുടെ കൈയാണ്. ആദ്യത്തെ വാഹനം ഉമ്മാന്റെ കൈയാണ്. ആ കയ്യിൽ നമ്മൾ മലർന്നിങ്ങനെ കടന്നു. ഉമ്മ ഇവിടുന്ന് എടുത്തിട്ട് ബിസ്മില്ല അങ്ങോട്ട് കടത്തി, അവിടെ നിർത്തിങ്ങാട് ഇങ്ങോട്ട് കടത്തി, ഇവിടുന്ന് എടുത്തിട്ട് അങ്ങോട്ട് കടത്തി. ഇങ്ങനെ മേൽനോട്ടം അല്ലാതെ വേറെ ഒന്നിനും നമുക്ക് കഴിയൂല അല്ലേ. ആ കുട്ടി ഉമ്മയുടെ കയ്യിൽ മലർന്നിങ്ങനെ കടന്നു. ഈ വാഹനം നിങ്ങൾക്കൊക്കെ ഓർമ്മയില്ലേ? ഉമ്മയുടെ കൈയാണ് നമ്മുടെ ആദ്യത്തെ വാഹനം. മലർന്നിങ്ങനെ കടന്നു. അല്ലാഹ്, ഇനി നമുക്ക് ജീവിതം അവസാനിക്കുന്നത് 2ാമത്തെ ഒരു വാഹനമുണ്ട്. ആ വാഹനം ഏതാണ്? അത് നമ്മുടെ പള്ളിയിലൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മയ്യത്തും കട്ടിൽ അല്ലേ, മലർന്നിങ്ങനെ കടക്കേണ്ടി വരും. വല്ലതിനും കഴിയോ? ഏതൊരു പുതിയ ബൈക്ക് വന്നാലും ഒന്ന് ഓടിക്കാൻ ഒരു പൂതി ഉണ്ടോ അല്ലേ മോനെ? ഒരു പുതിയ കാർ ഇറങ്ങിയാൽ അതിലൊരു യാത്ര ചെയ്യാൻ പൂതി ഉണ്ടോ അല്ലേ? എല്ലാവർക്കും പുതിയ വാഹനം വരുമ്പോഴത്തിന്. എന്നാൽ ഞമ്മക്ക് അവസാനം പോകാനുള്ള വാഹനത അത് പള്ളിക്കൽ അങ്ങനെ കെട്ടിത്തൂക്കിക്കണേ. ആരെങ്കിലും ഒന്ന് കയറി കടന്നു നോക്കിയോ? ആരാധേലും മയ്യത്തും കട്ടിലും ഒരു ദിവസം ഒന്ന് കടന്നു നോക്കിയ ആളുകൾ? ഞമ്മക്ക് പോകാനുള്ള വാഹനമാണ്. എന്തേ പൂതിയില്ലാത്തത്? ഞമ്മക്ക് ഇഷ്ടമില്ലാത്ത വാഹനത്തിൽ മലർന്നിങ്ങനെ കിടക്കേണ്ടി വരും. നമ്മളെ ഭൂമിയിലേക്ക് വന്നത് വരെ അറയിൽ നിന്നാണ്. നമ്മളെ അന്ന് ആരോ കുളിപ്പിച്ചു. അന്ന് ഉമ്മയുടെ കയ്യിൽ ഇങ്ങനെ മലർന്ന് കടന്നു. ഇനി നമ്മൾ ഭൂമിയിൽ നിന്ന് യാത്ര പോകേണ്ടി വരും. അന്ന് ആരോ കുളിപ്പിക്കും. അന്നതാ മലർന്നിങ്ങനെ കിടക്കണ മയ്യത്തും കട്ടില്. ഇതാണ് നമുക്കുള്ള ജീവിതം. ഇനി പോകാനുള്ളത് ഒന്ന് ചിന്തിച്ചോ. അവിടെ ഒരു അറയിലേക്കാണ് പോകാനുള്ളത്. വിശാലമായ ഭൂമി. അവിടെ ഒരു അറ ഉണ്ടാക്കി അല്ലേ. ആ അറയുടെ പേരാണ് ഖബർ. അതൊരു ഗർഭാശയമാണ്. ആ ഗർഭാശയത്തേക്കാണ് ചെല്ലുമ്പോൾ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ.
ഒന്ന് നല്ല പോലെ ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ A to Z ഫ്രീ ആണ്. ഗർഭാശയമാകുന്ന ഖബറാകുന്ന ഗർഭാശയത്തിൽ ഒരു ഫിൽസ് ഫ്രീ കിട്ടുകയില്ല. മുഹമ്മദ് മുസ്തഫ ഉമ്മയുടെ ഗർഭാശയത്തിൽ എല്ലാം നമുക്ക് വെറുതെ കിട്ടി, എല്ലാം സന്തോഷമാണ് അവിടെ അല്ലേ. അതേ സമയത്ത് ഖബറിലേക്കാണ് ചെന്നാൽ ഒരു ഫിൽസിന്റെ കാര്യം അവിടെ വെറുതെ കിട്ടുകയില്ല. ഖബറെന്ന് പറയുന്നത് ഇമ്മാ റൗളത്തും മിൻ റിയാദിൽ ജന്ന വ ഇമ്മാ ഹുഫറത്തും മിൻ ഹുഫരിൻ നീറാൻ. നരകത്തിന്റെ ഒരു മിനി നരകമാണ് ഖബർ, അല്ലെങ്കിൽ ഒരു മിനി സ്വർഗമാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ഖബർ ഒരു മിനി നരകമാണ്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ഖബറാകുന്ന മിനി നരകത്തെ ഒരു മിനി സ്വർഗമാക്കാൻ നമുക്ക് പറ്റണോ? പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഗർഭാശയത്തിൽ നിന്ന് ഖബറിലേക്ക് അങ്ങോട്ട് വരുമ്പോൾ, ആ ഖബറാകുന്ന വീട്ടിലേക്കുള്ള താമസം മാറുമ്പോൾ ഓർക്കണേ, നമുക്കൊക്കെ താമസിക്കാനുള്ള ഖബറില്ലേ, അതൊന്ന് സ്വർഗ പൂങ്കാവനമാക്കാൻ ഹയാത്ത് കാലത്ത് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ഈ അറയിൽ നിന്ന് വിട്ട് അടുത്ത അറയിലേക്ക് പോകുന്നതിനിടക്ക്, ഈ രണ്ട് അറക്കിടക്ക്, ഈ രണ്ട് വാഹനങ്ങൾക്കിടക്ക്, ഈ രണ്ട് കുളിപ്പിക്കലിന് ഇടക്ക്, ഓ മുത്തു മുഅ്മിനുകളെ, നമ്മുടെ ഗർഭാശയം പോലെ നമ്മുടെ ഖബർ നമുക്ക് മിനി സ്വർഗമാക്കി എടുക്കാൻ കഴിയണ്ടേ? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ വാക്കും നമ്മുടെ നോട്ടവും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ അനക്കങ്ങളെല്ലാം എന്തുകൊണ്ട്? ഖബറിലേക്കാണ് ചെല്ലിനോട് കൂടെ തന്നെ കഥ കയ്യും പടച്ചോൻ കാക്കട്ടെ. മലക്കുൽ മൗത്ത് അസ്റായീൽ എല്ലാവരും ഒരേ മാതിരി കരുതണ്ട, കുറച്ചൊന്ന് നന്നായിട്ട് സിന്ദാബാദ് വിളിച്ചളി. കാരണം നമുക്ക് പറയാലോ, ഞാൻ നിങ്ങൾക്കൊക്കെ സിന്ദാബാദ് വിളിച്ചതിന് ആളാണ് ഞാൻ എന്ന് പറയാനതേ ഒന്ന് നല്ലതാണ്. മലക്കുൽ മൗത്ത് അസ്റായീൽ നല്ലോണാണ് മേത്തിക്കെടുത്തെങ്കിൽ നിങ്ങളൊക്കെ അളകുള്ളൂ എന്ന് എനിക്കും മനസ്സിലാക്കണം. അല്ലാ, പിന്നെ ഇപ്പം നമ്മളാണ് ചെന്നാൽ പിന്നെ കാണുന്നത് മുങ്കർ നക്കീർ. അപ്പം നിങ്ങൾക്കൊക്കെ ഒച്ച പൊന്തിയാലോ, അതന്നെ ഞാൻ പറഞ്ഞത്. അല്ലാഹു തആല നമുക്ക് ഖൈറ് നൽകട്ടെ. ഓഫലത്തിൽ ഇങ്ങനെ കഴിഞ്ഞു പോകണ്ട, എപ്പോഴും ഒരു ധൃതി നല്ലതാണ്, ഒരു ജാഗ്രതയിൽ ഇങ്ങനെ ജീവിക്കണം നമ്മൾ. അപ്പം നമ്മൾ പറയാ ഗർഭാശയത്തിൽ അങ്ങോട്ട് എത്തി അല്ലാഹു തആല, ഇനി ഖബറിലേക്ക് നമ്മൾ എത്തുകയാണ്. ആ ഖബറിലേക്ക് എത്തുമ്പോൾ ഗർഭാശയം പോലെ ഖബറിൽ വിരിപ്പ്, ഖബറിൽ പുതപ്പ്, ഖബറിൽ പാനീയം, ഖബറിൽ നല്ല ബെഡ്, ഖബറിൽ നല്ല സന്തോഷം. അല്ലാഹുവേ ഭാഗ്യം നൽകണേ അല്ലാ. എന്തിനാണ് നമുക്ക് ഭൂമിയിൽ ആയുഷ്കാലം തന്നത്? ഒന്ന് ഓർക്കണം. ഒരിക്കൽ നബി മുഹമ്മദ് റസൂലുള്ളാഹ് അത്തർഗീബിൽ കാണാൻ പറ്റും. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് രണ്ട് സ്വഹാബാക്കൾ വന്നു. ഉമ്മമാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. രണ്ട് ആളുകൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നു. ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി. അവര് നല്ല ജീവിതം നയിക്കാൻ, നല്ല സന്തോഷമുള്ള ജീവിതം. ആ നല്ല ജീവിതം നയിക്കുന്ന മധ്യേ ആ രണ്ടില് ഒരാളാണ് മരിച്ചപ്പോൾ അല്ലാഹു റബ്ബി, മറ്റേ ആൾ ഒറ്റക്കായ സമയത്ത് അദ്ദേഹം ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മധ്യേ ഇയാള് മരിച്ച് ഒരു കൊല്ലം കഴിഞ്ഞപ്പം രണ്ടാമത്തെ ആള് മരിക്കുകയാണ്. അള്ളാഹു നമ്മളൊക്കെ മരിക്കുമ്പോൾ ആക്കിബത്ത് നന്നാക്കി തരണം. നമ്മൾ നല്ലോണം ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ഒരു 10 മിനിറ്റ് കഴിച്ചാണ് നിർത്താം. അതൊക്കെ മതിയെന്ന് ഇങ്ങനെ തോന്നൽ ഉറക്കിക്കണേ എനിക്കും. അപ്പോൾ എനിക്ക് അതിൻ്റെ എത്രയോ മുമ്പ് മതിയായിക്കണേ. നിങ്ങളൊരു സന്തോഷത്തിന് ഇങ്ങനെയാണ് നമ്മൾ ഇതാക്കാൻ പറ്റുമല്ലോ. നമ്മളെ പാടെ കുറച്ചു നേരം പറയണമെന്ന് പറഞ്ഞപ്പോലെ പക്ഷേ അപ്പോൾ അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വേഗം നിർത്താം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ശ്രദ്ധിച്ചിരുന്നിട്ടില്ലെങ്കിൽ എപ്പോഴെങ്കിലും ആയിട്ട് കാര്യമില്ല. സമയത്ത് ഓർമ്മിച്ച് ചെയ്യണം. പണ്ട് ഡോക്ടർ രോഗിക്ക് മരുന്ന് കൊടുത്തപ്പോൾ വാർഡിൽ അഡ്മിറ്റിൻ്റെ രോഗിക്ക് മരുന്ന് കൊടുത്തപ്പോൾ പറഞ്ഞു, ഇത് കുലുക്കി കുടിച്ചണം കേട്ടോ. മൂപ്പരത് കുലുക്കാൻ മറന്നു. പിറ്റേന്ന് രാവിലെ ഡോക്ടർ ഹോസ്പിറ്റലിൽ വന്നിട്ട് ആദ്യം ഈ വാർഡിൽ കൂടെ പരിശോധനയ്ക്ക് പോകുകയാണ്. അതിന് റൗണ്ട്സിന് പോകാമെന്നാണ് ഒരു പറയും. അപ്പോൾ ഡോക്ടറും രണ്ട് സിസ്റ്റർമാരും അപ്പുറം അങ്ങനെ സ്റ്റെതസ്കോപ്പും കുറച്ച് ഫയലും ഒക്കെ ആയിട്ട് ഡോക്ടർ വാർഡിക്കട് കടന്നിട്ടുള്ളൂ. അപ്പോൾ ആ മൂലക്കത്തെ കട്ടിലിൽ കിടക്കുന്ന ഒരാൾ പെട്ടെന്ന് ചാടി നീച്ചിട്ട് ആ കട്ടിലുമ നിന്നിട്ട് ഭയങ്കര. അപ്പോൾ ഡോക്ടർ ഇതൊക്കെ നിർത്തി വെച്ച് പാഞ്ഞ് ചെന്ന് സിസ്റ്ററും ഡോക്ടർ എന്ത് പറ്റിയെന്ന് ചോദിച്ചു.
ഒന്നുമില്ല സാറേ, ഇന്നലത്തെ രാത്രിക്കത്തെ മരുന്നുണ്ടല്ലോ അത് കുലുക്കി കുടിക്കാൻ മറന്നുപോയി, നിങ്ങളെ കണ്ടപ്പോൾ ഓർമ്മയപ്പോൾ കുടിച്ച് കുലുങ്ങുകയാണ്. അല്ലാ, ഞാൻ ബുഖാരിയിലുണ്ടോയെന്നൊന്ന് ചോദിച്ചാൽ നിൽക്കണ്ട, അതൊക്കെ അമ്മാമാൻ്റെ ഹദീസിൽപ്പെട്ടതാണ്. അള്ളാഹു തആല നമുക്ക് റഹ്മത്ത് നൽകുമാറാവട്ടെ. അങ്ങനെ എപ്പോഴെങ്കിലും കുലുങ്ങിയിട്ട് കാര്യമില്ല. അത് പിന്നെ നമ്മൾ ചെയ്യാൻ വിചാരിച്ച സംഗതികളൊക്കെ അവസരത്തിൽ അത് ചെരുപ്പ് ധരിക്കുമ്പോൾ ചൊല്ലേണ്ടത്, കണ്ണാടി നോക്കുമ്പോൾ ചൊല്ലേണ്ടത്, മുടി വാരുമ്പോൾ ചൊല്ലേണ്ടത്, കുപ്പായിടുമ്പോൾ ചൊല്ലേണ്ടത്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ടത്, പള്ളിക്ക് കയറുമ്പോൾ ചൊല്ലേണ്ടത്, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ടത്, അതൊക്കെ അവസരത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റിയാൽ കുറച്ച് മതി. ബസ് വരുന്ന സമയത്ത് ഇങ്ങനെ കയ്യാട്ടിയാലും ബസ് നിൽക്കൂലെ, ഒരു വിരല് കാണിച്ചു കൊടുത്താൽ മതി. വിരലും കാണിക്കാണ്ട് കൈത്തോക്കൽ ചൊറിഞ്ഞാൽ മതി, എന്നാൽ തന്നെ ബസ് നിർത്തും. ബസ് പോയതിന് ശേഷം 2 കൈയും കാട്ടിയിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് മരിക്കണതിൻ്റെ മുമ്പ് നോക്കിക്കോളി. നമ്മൾ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പോന്നിക്കണേ, ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിലേക്ക് കൊണ്ടുപോണതിൻ്റെ മുമ്പ്, അതാണ് റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ 2 ആൾ ഇസ്ലാം മതം സ്വീകരിച്ച്, ഒരാൾ മരണപ്പെട്ടു. അയാൾ മരിച്ചു 1 കൊല്ലം കഴിഞ്ഞിട്ട് 2ാമത്തെ ആൾ മരിക്കാണ്. ഉമ്മമാരെ, 2ാമത്തെ ആൾ മരിക്കുമ്പോൾ അയാളെ മരണാനന്തര ശേഷക്രിയകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മധ്യേ ഒരു സ്വഹാബി ദുആ ചെയ്തു, അല്ലാഹുമ്മ അൽഹിഖ്ഹു ബിൽ ഊലാ, അല്ലാഹുവേ ഇപ്പം മരിച്ച ആളെ ആദ്യം മരിച്ച ആളിലേക്ക് നീ ചേർക്കണേ അല്ലാഹ്. അത് ദ്വാർന്നപ്പം റസൂലുള്ള വിഷയത്തിൽ ഇടപെട്ടു. ഇപ്പം മരിച്ച ആളെ ആദ്യം മരിച്ച ആളിലേക്ക് ചേർക്കണേ എന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ ബഹുമാനം ആയിരിക്കാം, ആദ്യം മരിച്ചാക്കോ ഒപ്പം മരിച്ചാക്കോ ആയിരിക്കാം. ഇപ്പത്തിരൊക്കെ ആലോചിച്ചാണ്. അപ്പോൾ AP ഉസ്താദിൻ്റെ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ആയിരിക്കാം ശ്രേഷ്ഠത, ഡ്രൈവർക്കോ ഉസ്താദിനോ? ചങ്ങായാളെ മന്ത്രിയുടെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ സെക്രട്ടറിക്കോ പവർ മന്ത്രിക്കോ? അതാ അള്ളാഹു അയാളിലേക്ക് ചേർക്കണേ എന്ന് ദ്വാർന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അപ്പൊ അതിനൊരു ധ്വനിയുണ്ട്, എന്താ, വേഗം മരിച്ചു കിട്ടലാണ് നല്ലത് അല്ലേ? നേരത്തെ മരിച്ചാൽ അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഇയാൾ 1 കൊല്ലം അധികം ജീവിച്ചപ്പോൾ അയാളെ സമ്പാദ്യത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കാണ്. അയാൾ മരിച്ചു 1 കൊല്ലം കഴിഞ്ഞാൽ 1 കൊല്ലം ജീവിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ ഫർള് നിസ്കാരം മാത്രം 1 കൊല്ലത്തിൽ നിസ്കരിക്കുമ്പോൾ എത്ര റക്അത്തായി? 1 ദിവസം 17 റക്അത്ത്. 1 കൊല്ലം ഇയാൾ ഫർള് നിസ്കരിച്ചപ്പോൾ 6000 റക്അത്ത് നിസ്കാരം ഇദ്ദേഹത്തിന് അധികം കിട്ടിയില്ലേ മുഹമ്മദ് മുസ്തഫ? 6000 റക്അത്ത് നിസ്കരിക്കുമ്പോൾ 6000 ഫാത്തിഹായി. 1 ഫാത്തിഹ 7 ആയത്താണ്. ഫാത്തിഹ 7, നരകത്തിന്റെ വാതിൽ 7. ഈ 7 കൊണ്ട് ആ 7നെ നീ കാത്തോ എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് എല്ലാത്തിലും ഫാത്തിഹ. ഏതൊരു വിഷയം ചെയ്യുവാണെങ്കിലും അൽ ഫാത്തിഹ. അതെന്തിനാണ്? ഇത് നരകത്തേക്ക് വാതിൽ തുറക്കാൻ കാരണമാവരുത്. ഈ 7 കൊണ്ട് ആ 7 കാത്തോ. 6000 റക്അത്തിന് 6000 ഫാത്തിഹ, 6000 റുക്കൂ, 6000 റുക്കൂല് 3 തസ്ബീഹ് കൂട്ടിയാൽ 18000 ആയി. 12000 സുജൂദ്, 12000 സുജൂദിൽ എത്രയായി? 36000 ആയി. അങ്ങനെ അദ്ദേഹത്തിന്റെ സമ്പാദ്യം എത്രയാണ്? 1 കൊല്ലം ജീവിച്ചപ്പോൾ അദ്ദേഹത്തിന് തിങ്കളാഴ്ച നോമ്പെടുക്കുന്ന ആളാണെങ്കിൽ എത്ര തിങ്കളാഴ്ച നോമ്പായി? വെള്ളിയാഴ്ച ജുമാ നിസ്കരിക്കുകയാണെങ്കിൽ എത്ര വെള്ളിയാഴ്ചയായി? അൽക്കഹഫ് ഓതുന്ന ആളാണെങ്കിൽ എത്ര അൽക്കഹഫായി? നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ ഭൂമിയിൽ 1 ദിവസം അധികം ജീവിച്ചാൽ അതിന്റെ ഗുണം നമ്മുടെ ഖബർ സ്വർഗമാക്കാൻ സാധിക്കണം. 1 മണിക്കൂർ ഇവിടെ ജീവിച്ചാൽ ആ 1 മണിക്കൂറിൽ ഉമ്മയുടെ ഗർഭാശയത്തിൽ സന്തോഷത്തിൽ കടന്നതുപോലെ സ്വർഗത്തിൽ ആനന്ദിച്ച് കടക്കാൻ പറ്റണം. ഒരു സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട നബി മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല്, സ്വഹാബാക്കൾക്കൊരു കിസ്സ പറഞ്ഞു. എന്താ കിസ്സ? ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം ഒരു വഴിക്ക് ഇങ്ങനെ യാത്ര ചെയ്തു പോവുക. ഈസാ നബി അലൈഹിസ്സലാം ഒരു വഴിക്ക് ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ വഴി മധ്യേ ഒരു ഖബറിന്റെ അടുത്തെത്തി. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം അതിന്റെ അടുത്ത് നിന്നിട്ട് ഖബറിലേക്ക് ഇങ്ങനെ നോക്കി. അമ്പിയാക്കൾക്ക് അള്ളാഹ് കൊടുത്തൊരു കഴിവാ. ഇപ്പൊ കരമെന്ന് നോക്കിയാൽ തന്നെ എവിടേക്ക് കാണും? ഉള്ളിലേക്ക് കാണും. ഇനി പൈര് തർക്കിച്ചാനൊന്നും നിൽക്കണ്ട. ഒരുപാട് ജീവികൾക്ക് അള്ളാഹ് പല കഴിവും കൊടുത്തിക്കണം. ഇൻ്റെ അവിടുത്തെ വീട്ടിലേക്കാണ് കയറുമ്പോൾ പേരേക്ക് 3 സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ അതിന്റെ ആ 2ാമത്തെ സ്റ്റെപ്പും ഉണ്ട്. നാളൊരു കോഴി ഇങ്ങനെ നിൽക്കണം. കോഴി തെങ്ങും കുജുക്കും നോക്കി ഇങ്ങനെ നിന്നിട്ട് കോഴിക്കൊരു ഡാൻസ് എടുക്കല്. കോഴി ഇങ്ങനെ, ഞാനിങ്ങനെ നോക്കി കോഴിനെ കുറച്ചേരം ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് കോഴി ഒരൊറ്റ ഓട്ടം. ആ തെങ്ങും കുജിക്കാൻ പോയിട്ട് കോഴി എന്ത് ചെയ്ത നിശ്ചിത സ്ഥലത്തിന് മാന്തി, കാലുകൊണ്ട് മാന്തിയിട്ട് ഒരു പൂയറിനടുത്തെങ്ങാണ്ട് കോഴി ഇങ്ങനെ തിന്നുന്നുണ്ട്. അപ്പോൾ ഭൂമിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ പോണ പൂയറിനെ മുകളിൽ നിന്ന് കോഴി കണ്ടില്ലേ?
കോഴിക്കള കൂട്ടത്തിൽ ഒറ്റ വഹാബികളും ഇല്ല. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ എല്ലാ ജീവികളിലും ഉണ്ട് ഇതിൻ്റെ സംഗതികളൊക്കെ കണ്ടെങ്കിൽ. ഇപ്പം നമ്മളെ മനുഷ്യന്മാർക്കാണ് ഈസാ നബി കാണൂല എന്നൊക്കെ ചിലവർക്കുള്ള അന്തംപെടൽ. ഞാൻ ഓർമ്മപ്പെടുന്നത് ഈസാ നബി അലൈഹി സ്വലാം കർമ്മം നിങ്ങൾ നോക്കുമ്പോൾ ഖബറിൽ കിടക്കുന്ന ആളെ ഈസാ നബിയെ കണ്ടപ്പോൾ പടച്ചോനെ അയാൾ ഖബറിൽ അദാബ് അനുഭവിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഈസാ നബി അലൈഹി സ്വലാം ബേജാറായിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഈസാ നബി നടന്നു, ലക്ഷ്യം വെച്ച സ്ഥലത്തേക്ക് പോയി. മനസ്സിലിങ്ങനെ ഈ ഖബറിൽ കണ്ട കാഴ്ച ഉണ്ട്. ഖബറിൽ കിടന്നിട്ട് അയാൾ ഒറ്റയ്ക്ക് അദാബ് അനുഭവിക്കണത്. പടച്ചോൻ നമ്മളൊക്കെ കാത്ത് രക്ഷിക്കട്ടെ. അല്ലാഹ്. ഈസാ നബി അലൈഹി സ്വലാം യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഇതേ ഖബറിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം ഒന്നുകൂടി ആ ഖബറിൻ്റെ അടുത്ത് വന്നിട്ട് നോക്കി. ആ ഖബറിലേക്കാണ് നോക്കുമ്പോൾ ഒരു അത്ഭുതം അല്ല, ഒരു അത്യത്ഭുതം. എന്താ? ഖബറിൽ കിടക്കുന്ന ആള് നല്ലൊരു വിരിപ്പ് ഇങ്ങനെ വിരിച്ചിട്ട് ഒരു പുതപ്പ് ഇങ്ങനെ പുതച്ചിട്ട് ഒരു പുഞ്ചിരിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. ഈസാ നബി അലൈഹി സ്വലാം അത്ഭുതപ്പെട്ട അള്ളാഹിനോട് യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ്, പടച്ചോനെ എന്തൊരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. അങ്ങോട്ട് ഞാൻ പോകുമ്പോൾ ഇയാൾ ശിക്ഷിക്കപ്പെടുന്ന വല്ലാത്ത ദുരിതം, ഇപ്പൊ ഇയാൾ സന്തോഷിച്ച് കിടക്കാണ്. എന്താണ് റബ്ബേ? അപ്പൊ അള്ളാഹു തആല ഈസാ നബിക്ക് വഹി അറിയിച്ചു, ഓ ഈസാ, ഈ ഖബറിൽ കിടക്കുന്ന ആള് മുഅ്മിനായ മനുഷ്യനാണ്. പക്ഷേ ജീവിതത്തിൽ പല പാളിച്ചകളും പറ്റി, ചില പാകപ്പിഴവുകൾ പറ്റി. ആ പാളിച്ചകളും പാകപ്പിഴവുകളും ഒക്കെ പറ്റിയിട്ട് തൗബ ചെയ്യാൻ അവസരം കിട്ടുന്നതിന് മുമ്പ് അയാൾ മരണപ്പെട്ടു പോയതാണ്. തൗബ കിട്ടുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയതാണ്. അപ്പൊ അയാളെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾക്ക് അയാൾക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ കണ്ടത് ഈസാ. അപ്പൊ ഈസാ നബി ചോദിച്ചു, പടച്ചോനെ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എങ്ങനെ മാറ്റം വന്നത്? ഇപ്പൊ എങ്ങനെ മാറ്റം വന്നത്? ഖബറിൽ തൗബ ഉണ്ടോ? സർട്ടിഫിക്കറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഖബറിൽ തൗബ ഉണ്ടോ? ഖബറിൽ തൗബ ഉണ്ടെങ്കിൽ ചങ്ങായിമാരെ അവിടെ തൗബയും ചൊല്ലി അങ്ങനെ കടന്നാൽ പോരെ, വേറെ പണിയൊന്നുമില്ലല്ലോ ഇപ്പോൾ അവിടെ. അല്ലാഹു റബ്ബി, തൗബ സ്വീകരിക്കാൻ എപ്പോഴാ? ഖബറിലെത്തുന്നതിന് മുമ്പല്ലേ. അപ്പൊ ഈസാ നബി ചോദിക്കുന്നുണ്ട്, പടച്ചോനെ പിന്നെ എങ്ങനെയാണ് ഇപ്പൊ ഇയാൾക്ക് മാറ്റം വന്നത്? ഖബറിൽ തൗബല്ലല്ലോ. ആ സമയത്ത് അല്ലാഹു തആല വഹി അറിയിക്കുന്നു, ഈസാ നബിയെ അതാ ഒരു സൗണ്ട് കേൾക്കുന്നു, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഈസാ നബി കേൾപ്പിച്ചു. എന്തായിരുന്നു അത്? അല്ലാഹു തആല പറഞ്ഞു, ഓ ഈസാ, ഈ മരണപ്പെട്ട ആള് അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണ്. ഉമ്മമാര് ശ്രദ്ധിക്കണം, ഇദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണ്. ഗർഭിണിയായ ആ പെണ്ണ് 10 മാസം തികഞ്ഞു പ്രസവിച്ചു. നല്ലൊരാൺകുഞ്ഞ്. ഓ ഈസാ, ആ ആൺകുട്ടി ആ ഉമ്മ ഇങ്ങനെ പോറ്റി പോറ്റി വളർത്തുമ്പോൾ ആ ഉമ്മ എന്നും അള്ളാഹിനോട് പറയും, റബ്ബേ എനിക്കും ഈ കുട്ടിന്റെ വാപ്പാക്കും ഈ ചോര പൈതല് മാത്രമാണുള്ളത്. ഈ ചോര പൈതല് വാപ്പാനെ കണ്ടിട്ടില്ല, വാപ്പ ഈ കുട്ടിനെയും കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് രണ്ടാക്കും ഒരു ഖൈറാത്തുകൾ ചെയ്യാൻ ഈ ഒരു പൊന്നുമോനല്ലേ ഉള്ളൂ. ഉമ്മ ഇങ്ങനെ എന്നും അള്ളാഹിനോട് പറയും, ഓ ഈസാ, ആ കുട്ടിക്ക് ഇപ്പൊ 5-6 വയസ്സായി. ഇപ്പൊ ആ ഉമ്മ ആ കുട്ടിയെ കൊണ്ടുപോയിട്ട് ഒരു മുഅല്ലിമിനെ ഏൽപ്പിച്ചു കൊടുത്തു. ആ മുഅല്ലിം ആ കുട്ടിക്ക് ഓതിക്കൊടുക്കുന്നത് കേട്ടോ, ബിസ്മില്ലാഹി. അപ്പൊ കുട്ടി ബിസ്മില്ലാഹി അർറഹ്മാനി അർറഹ്മാനി അർറഹീമി അർറഹീമി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാൻ. അല്ലാഹുവിന്റെ കലാം, അല്ലാഹ് തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, 100 ഏടുകൾ, ഖുർആൻ, ഇതെല്ലാം നോക്കിയാൽ അതിലേറ്റവും ശ്രേഷ്ഠമായത്, അതിലേറ്റവും ബഹുമാനമുള്ളത്, അതിലേറ്റവും ആദരണീയമായത്, അതിലേറ്റവും ആശയസമ്പന്നമായത് അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുവിന്റെ കലാമിന്റെ രാജവചനമാണ്. ഓ ഈസാ, ആ മുഅല്ലിം, ആ ഉസ്താദ് കുട്ടിക്ക് ഓതിക്കൊടുക്കുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുട്ടി ഓതുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താ ബിസ്മില്ലാഹി? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കരുണക്കടലായ അല്ലാഹ്, കരുണാവാരിധിയായ അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, വിട്ടുവീഴ്ച ചെയ്യുന്നവനായ അല്ലാഹ്, അല്ലാഹ് റഹ്മാനും റഹീമുമായ അല്ലാഹ്, വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്ന അല്ലാഹ്. ഓ ഈസാ, ആ എട്ടും പൊട്ടും തിരിയാത്ത പൈതല് ഭൂമിയുടെ മുകളിൽ നിന്നിട്ട് കരുണക്കടലായ അല്ലാഹ്, കരുണാവാരിധിയായ അല്ലാഹ് അതിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക. ഓന്റെ വാപ്പാനെ ഞാനിവിടെ താഴെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇത് രണ്ടും കൂടി എന്റെ റഹ്മത്തിനോട് ചേർന്നതല്ല. من عبدي أن أعذبه في بطن الأرض وولده يذكر اسمي في ظهرها. ഓ ഈസാ, ഭൂമിയുടെ മുകൾ ഭാഗത്തിരുന്നുകൊണ്ട് ആ കുട്ടി ബിസ്മില്ലാഹി ഓതിയതിന്റെ പുണ്യം കൊണ്ട് വാപ്പാന്റെ ദോഷം ഞാൻ പുറത്തു കൊടുത്തു. ഓ
ഓ ഉമ്മ പങ്ങന്മാർ സഹോദരിമാര്, നമ്മുടെ നാട്ടിലെ മദ്രസയുണ്ട്, നമ്മുടെ നാട്ടിലെ ദർസുണ്ട്, നമ്മുടെ നാട്ടിലെ കോളേജുണ്ട്. ഇവിടെയൊക്കെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ മുഅല്ലിമീങ്ങൾ നമ്മളൊക്കെ തന്നെയും ഓർത്തു നോക്കൂ. ഈ ഉസ്താദുമാരൊക്കെ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ആഖിറത്തിൽ അവർക്ക് കിട്ടുന്നത് അല്ലാഹ് ഒരു കുട്ടിയെ ബിസ്മില്ലാഹി പഠിപ്പിച്ചാൽ വലിൽ മുഅല്ലിമി വലിസ്സബിയി വലിവാലിദൈനി ബറാഅത്തും മിനന്നാർ. അല്ലാഹ് ഒരു ബിസ്മില്ലാഹി ഒരു കുട്ടിയെ പഠിപ്പിച്ചാൽ ആ കുട്ടിക്കും പഠിപ്പിച്ച ഉസ്താദിനും മാതാപിതാക്കൾക്കും അല്ലാഹു തആല നരകമോചനം നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മൾ ഓർക്കണം. അപ്പോ കുട്ടി ഭൂമിയിൽ ബിസ്മി ചൊല്ലിയതിന്റെ ബർക്കത്ത് കൊണ്ട് ഭൂമിക്കടിയിൽ വാപ്പ അല്ലാഹു തആല പുറത്തു കൊടുത്തു. അതാണ് അല്ലാഹ് പറയുന്നത്, കരുണക്കടലായ അല്ലാഹ് എന്ന് കുട്ടി ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനും എൻ്റെ വാപ്പാനെ അവിടെ ശിക്ഷിക്കാൻ പറ്റുമോ? അതെന്റെ റഹ്മത്തിന് ചേർന്നതല്ല. ഇത് റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തത് കിതാബിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് മുത്തു മുഅ്മിനീങ്ങളായ ഉമ്മമാരെ കുട്ടികളെ മദ്രസയിൽ, കുട്ടികളെ കോളേജിൽ, കുട്ടികളെ ദീൻ പഠിപ്പിക്കണം. യഖ്റഅ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ്. റബ്ബിന്റെ നാമത്തിൽ വായിക്കാനാണ്, റബ്ബിന്റെ നാമത്തിൽ പഠിക്കാനാണ്, റബ്ബിന്റെ നാമത്തിൽ നമ്മൾ തുടരാനാണ്. ഞാൻ നിർത്തി, ഒന്ന് രണ്ട് കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോ നമ്മുടെ അൻസാറായാലും മജ്മഅ ആയാലും അൽ ഫുർഖാൻ ആയാലും ഹിക്കമി ആയാലും എല്ലാം നമ്മുടെ സ്ഥാപനങ്ങളാണ്. അല്ലാഹു തആല എല്ലാറ്റിനും അഭിവൃദ്ധി നൽകട്ടെ. നമ്മളൊക്കെ ഒരു കാര്യം, റജബ് കഴിഞ്ഞില്ലേ, നാളെ ശഅബാൻ 1 റജബുൻ ഷഹ്റുല്ലാഹ്, അല്ലാഹ് നമ്മളിലേക്ക് അടുക്കണ മാസം. വ ശഅബാൻ ഷഹരി, മുത്ത് നബി നമ്മളിലേക്ക് അടുക്കണ മാസം. അള്ളയും റസൂലും നമ്മളോട് അടുത്താൽ പിന്നെ 3-ാമത്തെ മാസം റമളാനു ഷഹ്റു ഉമ്മത്തി. അള്ളയും റസൂലും അടുക്കാതെ നമ്മൾ റമളാനിക്കാൻ പോയിട്ട് വല്ല കാര്യമുണ്ടോ? വെള്ളിയാഴ്ച രാവിലെ മരിച്ചാൽ നല്ലതാന്ന് വിചാരിച്ചിട്ട് തൂങ്ങിച്ചത്തിട്ട് വല്ല കാര്യമുണ്ടോ? 25 രാവിലെ മരിച്ചാൽ നല്ലതാന്ന് വിചാരിച്ചുകൊണ്ട് അന്നാണ് ആത്മഹത്യ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ അതിന്റെ മട്ടത്തിൽ പോണങ്ങട്ട്, അതിന്റെ റജബിൽ അള്ളാഹ് നമ്മളേറ്റ് അടുത്തു, ഷഅബാനിൽ റസൂലുള്ള നമ്മളേറ്റ് അടുത്തു. നമ്മളേറ്റ് ഇങ്ങോട്ട് അടുക്കണമെങ്കിൽ നിസാര കാര്യങ്ങളിൽ നമുക്കടിയിലൊക്കെ ഉണ്ടാകും. കാര്യത്തിനൊക്കെ അല്ലേ, ഭാര്യയും ഭർത്താവും ചെറിയൊരു പിണക്കം, ഒരു സൗന്ദര്യ പണക്കാണ്. പക്ഷെ രണ്ടാൾക്കും ഒരു വാശി. മൂപ്പരിന് വന്ന് മുണ്ടട്ടെ എന്ന് ഓള്, എന്താ ഓക്കെന്നാണ് മുണ്ടിയാലെന്ന് മൂപ്പര്, അതാണ് നീണ്ടു. അതങ്ങനെ ആ വിചാരം ഒരാഴ്ച കഴിഞ്ഞു. അപ്പോഴേക്കും ഒരുപാട് തെറ്റുകൾ അതിൽ ചേർന്ന് വന്നു. കാരണം വെള്ളം കൊടുക്കണോടത്ത് മാറ്റം വന്നു, ചായ വെക്കണോടത്ത് മാറ്റം വന്നു. കണ്ട യാ റബ്ബ് രണ്ടാൾ പണ്ട് തെറ്റി, ഭാര്യയും ഭർത്താവും. അപ്പം ഭർത്താവിന് രാവിലെ സുബഹിക്ക് നീച്ച് പോകണം. അപ്പോൾ കടന്നുറങ്ങുമ്പോൾ തലക്കണിമ അങ്ങനെ എഴുതി വെച്ചു, എനിക്ക് 4 മണിക്ക് പോകാണ്ട് 3 മണിക്ക് എന്നെ വിളിക്കണം. അപ്പോൾ ഓള് 3 മണിക്ക് നീച്ചിട്ട് വേറൊരു കടലാസിൽ എഴുതിങ്ങാണ്ട് തലക്കടിമ വെച്ച് കൊടുത്തു, 3 മണിയൊക്കെയാണ് നീച്ച് പോകാൻ. ഇയാൾ 8 മണിക്ക് നീച്ച് നോക്കുമ്പോൾ ഈ എഴുത്താ കാണുന്നത്. ഇങ്ങനത്തെ വാശി നമ്മൾ തമ്മിൽ ആണോ? ഒരു ഈഗോ ആണല്ലേ നമുക്ക് എല്ലാത്തിനും, ഇല്ലേ? അല്ലാഹു റബ്ബി. എൻ്റെ അടുത്തൊരു പെണ്ണുങ്ങൾ മാപ്പിളയും നന്നാകാൻ വേണ്ടി വന്നേ. ഇരുന്നപ്പോൾ തന്നെ ആ പെണ്ണുങ്ങൾ പറഞ്ഞു, ഉസ്താദേ ഒരു കാര്യം ഞാൻ പറയട്ടെ, അറുത്ത് കൊട്ടയിലാക്കിയാലും മൂപ്പരപ്പം ഞാൻ പോകൂല, ഉദയത്തിൻ്റെ ഇറച്ചി വാങ്ങിക്കോളൂ, ജു വേണ്ടാന്ന് പറഞ്ഞു. ഞാനപ്പം അല്ല എന്തപ്പം എന്ന് പറയേണ്ടത്, അങ്ങനത്തെ ചിലതിനപ്പം പറയേണ്ടി വരും. അപ്പം ഇങ്ങനെ സംസാരിക്കണ കൊടുത്തല് ആ പെണ്ണ് കുറച്ച് വർത്താനുള്ള ആദ്യമാണ്. ചിലപ്പോൾ ആണുങ്ങളെക്കാരെ വലിയ വർത്താനക്കാർ. വർത്താനത്തിനിടയിൽ ഈ പെണ്ണിങ്ങനെ വല്ലാതെ പറഞ്ഞപ്പോൾ ഈ ആണൊരു ചങ്ങായി അങ്ങനെയുണ്ടല്ലോ, മാനഭിമാനമുള്ള പുരുഷൻ്റെ നേർക്കാണ് മറുപടി പറയാനായി കഴിയുന്നത് ആർക്കാണ്? തരിച്ചു പോകുന്നുണ്ട്. ആ തരിക്കലിങ്ങനെ തരിച്ചുമ്പോൾ അപ്പം പറഞ്ഞു, ഉസ്താദ് എപ്പോഴും ഇങ്ങനെ പറയുകയാണെച്ചാൽ ഓളെ കാര്യം ഞാനാണ് ഒഴിവാക്കി കൊടുത്തോളാം, എനിക്കൊരു നഷ്ടപരിഹാരം തന്നാൽ മതിയാണ്. അപ്പം ഈ പെണ്ണുങ്ങൾ ചോദിച്ചിട്ട് നഷ്ടപരിഹാരം നിങ്ങൾക്കല്ല, നിങ്ങളെ കൂർക്കമ്പലി സഹിച്ചിന് എനിക്കതല്ലേത്. തെറ്റുമ്പോഴുള്ളൊരവസ്ഥയാണ്. ചൊഗ്ഗിന് നിൽക്കുന്ന സമയത്ത് ഈ കൂർക്കമ്പലി കിട്ടിയെങ്കിലേ ഓക്ക് ഉറക്കം വരും. ഇതിങ്ങനെ ഒരു മ്യൂസിക്കായിട്ട് ഇങ്ങനെ വരുമ്പോൾ അതിലിങ്ങനെയാണ് ഉറങ്ങിപ്പോകലാണോ അല്ലേ? ചൊഗ്ഗിന് ചെറുക്കം നിൽക്കുമ്പോൾ ഒരു ദിവസം വലി കേൾക്കാത്തപ്പോൾ ഓക്ക് മുഖത്ത് കയ്യോ ചോക്കി പഠിച്ചോളെ ഇത് കഥ കഴിഞ്ഞോന്നാവും. അങ്ങനത്തെ കൂർക്കമ്പലി ഇപ്പം നഷ്ടപരിഹാരത്തിൻ്റെ മുതൽ ഇത് നമ്മളെ മനസ്സിൽ തൃപ്പതില്ലാഞ്ഞാലൊരവസ്ഥയാണ്. ഇതിനെന്തിനാ ഈഗോ കരുതേണ്ട കാര്യമില്ല. മുതലാളി ഇപ്പം നമ്മൾ റോഡിലൊക്കെ ക്യാമറ വന്നു, ഒരു വണ്ടി എടുത്തുകാണ്ട് മുതലാളിയും ഡ്രൈവറും കൂടി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ മുതലാളിനോട് ഡ്രൈവർ പറഞ്ഞു, മുതലാളി ഇതൊക്കെ ക്യാമറകളൊക്കെ ഉണ്ട്, ബിൽറ്റിട്ടളിയാ, എൻ്റെ പണിയെടുത്താൽ മതി, എന്നെ പഠിപ്പിച്ചാണ്ടാവും. ഒരു ഈഗോ ആണല്ലേ. അപ്പോൾ ഡ്രൈവർ സാധുവോ ഒന്നും മുണ്ടിയതുമില്ല. പിന്നെ ഇയാൾക്ക് വണ്ടി കയറിയിട്ട് ബിൽറ്റിടാൻ നേരത്തെ മൂപ്പർക്ക് ഒരു തോന്നൽ, ഇപ്പം പറഞ്ഞതുകൊണ്ടിട്ടാണോ ഞാൻ ഉള്ളത്, മൂപ്പര് ഇട്ടില്ല.
അങ്ങനെ ഒരു 2 മാസമായി ഇപ്പോൾ ഇടാത്തത്. ഇപ്പം അൽഹംദുലില്ലാഹ് 20,500 ബില്ല് വന്നിരിക്കണത്. ഈഗോന് അങ്ങനെ ചില ഫൈൻ ഉണ്ടാവും, അത് സഹിച്ചു പോകേണ്ടി വരും. ഈഗോന് കാത്തു നിൽക്കേണ്ട, ആർക്കും നന്നാകാം. നബി മുഹമ്മദ് മുസ്തഫ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മോള് ബീവി ഫാത്തിമത്തു സഹ്റ, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹക്ക് 2 മക്കൾ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. ഫാത്തിമ ബീവി വഫാത്തായ ശേഷം അലിയാർ വേറെ കല്യാണം കഴിച്ചു. അതിലുണ്ടായിരിക്കുന്ന കുട്ടി യാ റബ്ബ് യാ റബ്ബ്, ആ ജ്യേഷ്ഠനും അനുജനും തമ്മിൽ ചെറിയൊരു പിണക്കുണ്ടായി. ചെറിയൊരു മുഹമ്മദുൽ ഹനീഫി എന്ന ആ കുട്ടിന്റെ പേര്. ചെറിയൊരു പിണക്കുണ്ടായി. പിണങ്ങി രണ്ടാളും പിരിഞ്ഞു പോയി. അനുജന് വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ വല്ലാത്ത പൊറുതിയോട്, ഇക്കാക്കനോട് തെറ്റിയാലോ. ഇക്കാക്കാക്ക് വീട്ടിൽ ചെന്നപ്പോൾ അതിലേറെ പൊറുതിയോട്, അനുജൻ എന്നോട് തെറ്റിയാലോ. രണ്ടാൾക്കും ഒരു മനസ്സിന്റെ ഒരു സംഭവിക്കുകയും ചെയ്തു. അപ്പൊ സുബ്ഹാനല്ലാഹ്, അനുജൻ ജ്യേഷ്ഠനൊരു കത്തെഴുതി. എന്താ കത്തിലെ വാചകം? അല്ലാഹു റബ്ബി ഇക്കാക്ക, നിങ്ങളും ഞാനും തമ്മിൽ നോക്കിയാൽ വയസ്സിൽ മൂത്തത് നിങ്ങളാണ്, വയസ്സിൽ മൂത്താൾ നിങ്ങളാണ്. അതേപോലെ തന്നെ മുത്തുനബിന്റെ വടിത്തട്ടിൽ വളർന്നിരിക്കുന്ന കുട്ടി നിങ്ങളാണ്. സ്വഹാബി പദവി നിങ്ങൾക്കാണ്. എല്ലാ അർത്ഥത്തിലും ബഹുമാനം നിങ്ങൾക്കല്ലേ. അതുകൊണ്ട് ഞാനും നിങ്ങളും കൂടി നോക്കിയാൽ എല്ലാ നിലക്കും നിങ്ങളാണ് ഏറ്റവും വലിയ ആള്. അതുകൊണ്ട് ഒരു കാര്യം പറയട്ടെ, ഇക്കാക്കാക്ക് അനുജൻ കത്തെഴുതാണ്. അനുജൻ കത്തെഴുതുന്നത് എന്താണ്? ഇക്കാക്ക, നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നത്തിൽ ഏറ്റവും ആദ്യം ആരാണോ സലാം പറയുന്നത് അവർക്കല്ലേ കൂടുതൽ ശ്രേഷ്ഠത. അതുകൊണ്ട് കൂടുതൽ ശ്രേഷ്ഠത അള്ളാഹു നിങ്ങൾക്ക് തരട്ടെ എന്നാണ് വരുന്നത്. അല്ലാഹു റബ്ബി, ആർക്ക്? ഇക്കാക്കാക്ക് കത്തെഴുതാണ്. നന്നാകാൻ ഏറ്റവും ആദ്യം ആര് സലാം പറയട്ടെ എന്ന് ഇക്കാക്ക സലാം പറയും. ആ കത്താണ് വായിച്ചപ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അനുജന്റെ അടുത്തേക്ക് ഇങ്ങോട്ടേക്ക് വരികയാണ്. അല്ലാഹു റബ്ബി, നമ്മൾ ഓർമ്മിക്കണം, ഈഗോ ആർക്കും വേണ്ട. ആർക്കും ഒരു ഈഗോ വേണ്ട. ഭാര്യക്ക് നന്നാകാം, ഭർത്താവിന് നന്നാവാം, ജ്യേഷ്ഠന് നന്നാവാം, അനുജന് നന്നാവാം, അയൽവാസിക്ക് നന്നാകാം, ആർക്കും ആവാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിട്ടുവീഴ്ചയുടെ മനസ്സുണ്ടോ നമുക്കൊക്കെ രക്ഷയുണ്ട്. അല്ല, ഞാൻ പിടിച്ചത് തന്നെ അതാണോ നമ്മുടെ വാശിയെങ്കിൽ ആർക്കും ഖൈറില്ല കേട്ടോ. നമുക്കെല്ലാ വിഷയത്തിലും അങ്ങനെയാണ് വേണ്ടത്. അള്ളാഹുവിന്റെ ദീൻ നമ്മളോട് പഠിപ്പിക്കുന്നത് എപ്പോഴും ഒരു വിട്ടുവീഴ്ച. ആ വിട്ടുവീഴ്ചയുടെ മനോഭാവത്തിൽ നമ്മൾ എല്ലാവരും പെരുമാറുമ്പോൾ വീട്ടിലും കുടുംബത്തിലും എല്ലാം അള്ളാഹു തആല സന്തോഷം തരും. അപ്പൊ നമ്മൾ ഈ റജബും ഷഅബാനും ഒക്കെ ആയപ്പോൾ എന്ത് വേണം? പിണങ്ങിയവരോട് നമ്മൾ ഇണങ്ങണം, അകന്നവരോട് നമ്മൾ അടുക്കണം. നമ്മൾ അങ്ങനെ ചെയ്തോ അള്ളാഹു നമ്മളിലേക്ക് അടുക്കും, റസൂലുള്ളാഹി നമ്മളിലേക്ക് അടുക്കും. ഞമ്മക്ക് വാശിയാണ്. വാശി പിന്നെ പിടിവാശിയാകും, പിടിവാശി പിന്നെ എന്താകും? ദുർവാശിയാകും. അപ്പൊ പിന്നെ അള്ളാഹു തആലാക്കും ആ പിടിവാശി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആഖിറത്തിലേക്കുള്ള യാത്രാ മധ്യേ ഖബറാകുന്ന വീട്ടിൽ വിശ്രമിക്കണോ? അവിടെ ഒരു വിശ്രമത്തിന് പറ്റുന്ന മിനി സ്വർഗം, നമ്മുടെ ഖബർ നമുക്കൊരു മിനി സ്വർഗമാക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഉമ്മയുടെ ഗർഭാശയം പോലെ സന്തോഷത്തോടെ ആനന്ദത്തോടെ നമുക്ക് ഖബറിലും കടക്കാൻ സാധിക്കണമെങ്കിൽ ആ ഖബറിനെ പറ്റി ഓർത്തുകൊണ്ട് 2 മടകൾക്കിടയിലാണ്, 2 അറകൾക്കിടയിലാണ്. കണ്ടോ നിങ്ങൾ? ഗർഭാശയം കഴിഞ്ഞു, ഇനി നമുക്ക് പോകാനുള്ളത് ഖബറിലേക്കാണ്. ഓ പ്രിയപ്പെട്ടവരെ, ഒരു കുളിപ്പിക്കൽ കഴിഞ്ഞു, അടുത്തത് മയ്യത്ത് കുളിപ്പിക്കലാണ്. ഒരു വാഹനം ഉമ്മാന്റെ കൈയാണ്, അത് കഴിഞ്ഞു, ഇനി മയ്യത്തും കട്ടിലാണ്. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെ ഈമാനുള്ള മരണം തരണേ അല്ലാഹ്.